Revelation chapter 1 is here. Yohanan Patmos. Okay? John the Apostle was in Patmos. Then, chapter 2 and 3, 7 churches in Asia Minor. Asia Minorile 7 സഭകളാണ് അതിൽ പ്രതിപാദ്യ വിഷയം ഉള്ളടക്കം. ഓക്കെ. ആൻഡ് ചാപ്റ്റർ 4 അതൊരു സ്വർഗീയ ദർശനമാണ്. അക്ഷരാർത്ഥത്തിലെ സ്വർഗമാണ് കാണിക്കുന്നത്. സ്വർഗം അങ്ങനെയാണ്, ബൈബിളിലെ സ്വർഗം എങ്ങനെയാണ് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി മനുഷ്യർ സ്വർഗം കണ്ടു, ഭൂമി കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഓരോ പുസ്തകം ഇറക്കാറുണ്ട്. അതൊക്കെ മുൻകാല പ്രാബല്യത്തോടെ മേടിച്ച് ദൂരോട്ട് കളഞ്ഞോണം. കാരണം ബൈബിളിലുണ്ട് ശരിയായ സ്വർഗം. പിച്ചും പെയ്യൊക്കെ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ബൈബിളിലുണ്ട് യഥാർത്ഥ സ്വർഗം. ഒരാൾ സ്വപ്നം കണ്ടതോ അയാൾക്ക് തോന്നിയോ തോന്നലോ ഒക്കെ എഴുതി വെച്ചാൽ സ്വർഗമാവോ? എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം എന്ത് പറയുന്നു. അത് ഒരു അനുഭൂതി ഒരാൾക്ക് ഉണ്ടായിക്കൂടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഉണ്ടായേക്കാം. സ്വർഗീയ ദർശനം ഒരാൾ കണ്ടെന്ന് വരാം, യേശുവിനെ ഒരാൾ ദർശനത്തിൽ കണ്ടെന്ന് വരാം. എനിക്കതിലൊന്നും യാതൊരു അങ്ങനെ നടക്കില്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഇന്നും അതൊക്കെ ദൈവം ചെയ്തേക്കാം. ഞാനിതുവരെ സ്വർഗത്തിൻ്റെ ഒരു ദർശനം കണ്ടിട്ടില്ല. യേശു ക്രിസ്തുവിനെയും കണ്ടിട്ടില്ല. ദർശനത്തിൽ ഒരു ദൂതനെ പോലും കണ്ടിട്ടില്ല. അത് കണ്ടില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏതാണ്ടൊരു കുറവാണെന്നോ കുഴപ്പമാണെന്നോ തോന്നിയിട്ടുമില്ല. കാരണം കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ ലക്കി പേഴ്സൺസാണ് നമ്മളല്ല. മനസ്സിലായില്ലേ? അങ്ങനെ തോന്നിയിട്ടുമില്ല. രണ്ട് കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് കാണാത്തത്. മനസ്സിലായില്ലേ? കാണത്തില്ലെന്നും പറയാൻ പറ്റില്ല. ദൈവം ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില ദർശനങ്ങൾ ചിലർക്ക് കൊടുക്കും. പിന്നെ ദൈവം പറഞ്ഞാലേ അത് പറയാൻ പാടുള്ളതാ. അതിനോട് യോജിക്കുകയും ചെയ്യണം. ഈ പുസ്തകത്തിൽ നിൽക്കണം. പിന്നെ അപ്പുറത്തോട്ട് ചാടരുത്. രണ്ട് രീതി വരരുത്. അങ്ങനെയുണ്ട് അല്ലേ? പൗലോസ് തന്നെ പറയുന്നുണ്ട്, 14 വർഷം മുമ്പ് കണ്ടെന്നല്ലേ ദർശനം. എന്നാ പിന്നെ പിറ്റേ ദിവസം പറഞ്ഞാൽ പോരായിരുന്നു. പറഞ്ഞില്ല. താ പറഞ്ഞവിടെ വെയിറ്റ് ചെയ്യുക. ഇതിൽ തന്നെ പറഞ്ഞ് എഴുതുക. അന്നേരം എഴുതാൻ തുടങ്ങി അല്ലേ? എഴുതാൻ പറഞ്ഞപ്പോഴെഴുതി. ചില കാര്യങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞ് എഴുതണ്ട. ഇതിനകത്ത് തന്നെ എടുപ്പുണ്ട് എഴുതേണ്ടത്. 7 ഇടിയും നാദം മുഴക്കിയത് ഞാൻ എഴുതാൻ ഭാവിച്ചു, അവൻ എന്നോട് എഴുതാതെ വിട്ടേക്കുക. എൻ്റെ മർമ്മമൊന്നും എഴുതണ്ട, അത് വിട്ടേക്കാൻ. അന്ന് എനിക്കൊരു കാര്യം പിടികിട്ടി. നമ്മളറിയാത്ത അടി ദൈവം വേറെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. പിടികിട്ടിയോ? നമ്മളറിയാത്ത അടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നതാണെന്നൊരു പിടിയില്ല. 7 ഇടിയും നാദം മുഴക്കിയത് ഞാൻ എഴുതുവാൻ ഭാവിച്ചാറേ, അവൻ എന്നോട് എഴുതാതെ വിട്ടേക്കുക. നീ കണ്ടു, പക്ഷെ എഴുതണ്ട. ദൈവം അനുവദിച്ച അധികാരം കൊണ്ടേ ഇതൊക്കെ ചെയ്യാവൂ. അതായി പറഞ്ഞിരുന്നേ. സ്തോത്രം. അതിനൊക്കെ അധികാരമുണ്ട് എല്ലാത്തിനും. അത് ആധുനികമായൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം. സുവിശേഷം പ്രസംഗിക്കാൻ, പാസ്റ്ററാകാൻ, കർത്തൃമേശ നടത്താൻ, സ്നാനപ്പെടുത്താനൊക്കെ ആത്മീയ അധികാരമുണ്ടെന്ന്, ആത്മീയ പക്വത കൈവരേണ്ടതുണ്ട്. അതാ മറ്റന്മാർ പോയിട്ട് ഈ ധൂപം കയ്യിലെടുത്ത് ഇങ്ങനെ വീശി ചോദിച്ചു, ഞങ്ങൾ കാണിച്ചാൽ ഈ പുക വരികയില്ലേ? പുകയേ വരൂ അല്ലേ? ആര് കാണിച്ചാലും ഇതിൽ നിന്ന് 6 ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി ഉരുളുകയല്ലേ? എങ്ങോട്ടീന്ന് കയറുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതാ വ്യത്യാസം. അത് ആക്സിലേറ്ററിൻ്റെ സ്വഭാവം, വണ്ടി കുതിക്കും. പക്ഷെ എവിടെ ചെന്ന് കയറുമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ 4-ാം അധ്യായം തുറക്കപ്പെട്ട സ്വർഗം അതാണ് അല്ലേ? 5 ഏറെ ശ്രദ്ധിക്കേണ്ടത്. അകത്തും പുറത്തും 7 മുദ്രയോടുകൂടിയ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം ഭേദിക്കുന്നു. മുദ്രാഭേദനം, 7 സീൽസ്. അത് ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണ് ബ്രേക്കിംഗ് ഓഫ് 7 സീൽസ്. അതാണ് 5-ാം അധ്യായം. ഓക്കെ. 6-ാം അധ്യായം ഈ മുദ്രകൾ ഓരോന്ന് പൊട്ടിക്കുന്നു. 6-ാം അധ്യായത്തിൽ 6 മുദ്രകൾ പൊട്ടി. ഓക്കെ. ഒരു മുദ്ര പൊട്ടിക്കാതെ മാറ്റി. അതിനിടയിലാണ് 7-ാം അധ്യായം. 7-ാം അധ്യായത്തിൽ ഒരു ഇന്റർവെല്ലാണ്. ഇന്റർവെല്ലിൽ 6-ാം മുദ്രയ്ക്കും 7-ാം മുദ്രയ്ക്കും ഇടയ്ക്കൊരു ഇന്റർവെൽ. ആ ഇന്റർവെല്ലിൽ 144,000 പേരെ മുദ്രയിട്ട് മാറ്റുന്നു.
ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം മുദ്ര പൊട്ടിക്കുന്നു. ഇന്റർവെല് കഴിഞ്ഞു. 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുന്നു. 8-ാം അധ്യായത്തിൽ 5 മുദ്രകളാണ് പൊട്ടിക്കുന്നത്. ഓക്കെ. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം മുദ്രയുടെ ഭേദനം നടക്കുന്നു. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ രസകരമാണ് ഓർത്തിരിക്കാൻ 10-ാം അധ്യായം. കാരണം ദാനിയേൽ 10 എന്തായിരുന്നു? 10 എന്തായിരുന്നു? ദാനിയേൽ 10 നിങ്ങളുടെ നോട്ടിൽ എന്താ എഴുതിയേ? അത് തന്നെയാണ് റെവലേഷൻ 10-ലും. 1-ന്റെ 1 നോക്കി. കണ്ടോ, അത് തന്നെയാണ് ഇവിടെ. ഓർക്കാൻ എളുപ്പത്തിന് 10-ലാ 2. ശക്തനായൊരു ദൂതൻ, ബലവാനായൊരു ദൂതൻ, അതാണ് 10-ന്റെ 1. 11 2 സാക്ഷികളുടെ പ്രവചനമാണ്. 2 വിറ്റ്നസസ്. ആ ഒരു പ്രോവസി, അവരുടെ പ്രോവസിയാണ് അടുത്തത് കാണുന്നത്. 2 സാക്ഷികൾ അവർ പ്രസംഗിക്കുന്നു. 12-ാം അധ്യായം നമുക്കെല്ലാവർക്കും അറിയാം. മറ്റേ സഹോദരിയും മോനും, ആ ഒരു ആൻറ്റിയും മോനും നിൽക്കുന്ന സംഭവമാണ് അല്ലേ? അമ്മാവൻ കുഞ്ഞും കൂടെ സ്വർഗത്തിലിരിക്കുന്നു അല്ലേ? സൂര്യൻ അണിഞ്ഞ ഒരു സ്ത്രീ. അപ്പൊ അവിടെ തന്നെ ഒരു കാര്യം കൂടെ, ഒരു മഹാസർപ്പം കുഞ്ഞിനെ വിഴുങ്ങാൻ വേണ്ടി വരുന്നു അല്ലേ? ഇനി അപ്പൊ അത് ഓർത്താൽ മതി. സൂര്യൻ അണിഞ്ഞ സ്ത്രീ. 13-ാം അധ്യായം മറക്കരുത്, കാരണം അവിടെ വളരെ 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 പ്രധാനമാണ്. 13-ാം അധ്യായത്തിൽ 10 കൊമ്പ്, 7 തല, കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള ഒരു മൃഗം അല്ലേ? പിന്നെ അവിടെ തന്നെ പിന്നെ ഉണ്ടൊരു സംഗതി. കരയിൽ നിന്നൊരു മൃഗം വരുന്നു, കടലിൽ നിന്നൊരു മൃഗം വരുന്നു. 2 മൃഗവും 13-ാം അധ്യായത്തിൽ 12-ൽ കണ്ട, ആകാശത്തിൽ കണ്ട പാമ്പ്. ഓക്കെ, കുഞ്ഞിനെ വിഴുങ്ങാൻ വന്ന പാമ്പില്ലേ, ആ പാമ്പ്, ഒപ്പം കരയിൽ നിന്ന് വന്ന മൃഗം, കടലിൽ നിന്ന് വന്ന മൃഗം, അങ്ങനെ ത്രിമൂർത്തികളുടെ സംഗമമാണ് 13-ാം അധ്യായം. അവിടെ തന്നെയാണ് 666 ഓപ്പറേറ്റ് ചെയ്യുന്നത്. 666 എന്ന മാന്ത്രിക സംഖ്യയുടെ പ്രയോഗം നടക്കുന്നത് 13-ാം അധ്യായത്തിലാണ്. ഓക്കെ, അപ്പൊ 13-ാം അധ്യായം വളരെ വളരെ സങ്കീർണമാണ്, പ്രധാനമാണ്. നമുക്കതിലേക്ക് നാളെ എത്താമെന്ന് തോന്നുന്നു. 13. 14-ാം അധ്യായം വളരെ എളുപ്പം, ഓർക്കാൻ എളുപ്പത്തിന് ഞാനൊരു ടെക്നിക്ക് പറയാം. 14-ന്റെ പകുതി എത്ര? 7. 7-ൽ എന്താ നിങ്ങൾ എഴുതിയേ? 144,000. 14-ലും ഒരു 144,000. ഇങ്ങനെയൊക്കെ ഓർക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ശരി. ഇനി 15 തുറക്കപ്പെട്ട സ്വർഗം, സാക്ഷ്യകൂടാരം. സ്വർഗം തുറക്കുന്നു വീണ്ടും. സാക്ഷ്യകൂടാരം സ്വർഗത്തിൽ കാണുന്നു. അതാണ് 15. 16 അതെ, ഞാൻ കാഹളം പറഞ്ഞില്ലെന്ന് തോന്നല്ലേ? 7-ാം കാഹളം. അത് 15 മുന്നോട്ട് കാഹളമുണ്ട്. 7 പറഞ്ഞെന്ന് തോന്നുന്നു. പറഞ്ഞിരുന്നോ? 8-ൽ എന്താ പറഞ്ഞേ? 7-ാം കാഹളം. 7-ാം മുദ്ര പൊട്ടിക്കുന്നു. 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് 7 കാഹളങ്ങളാണ്. ആ കാഹളങ്ങൾ പിന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ വിശേഷിച്ചൊരു പറയാം. ഓക്കെ, ആ കാഹളങ്ങളിൽ 7-ാം കാഹളം ഊതുമ്പോൾ 7 കലശവും കൊണ്ടൊരാൾ വരുന്നു, ബൗൾ. ഓക്കെ, അപ്പോൾ 16-ാം അധ്യായം ഇതാണ്. ക്രോധകലശങ്ങൾ ഒഴിക്കുന്നു, പ്രവഹിക്കുന്നു. 18, 17 നമുക്കെല്ലാം പരിചയമുണ്ടാ. മറ്റേ ചേച്ചി ബാബിലോൺ, മനസ്സിലല്ലേ? മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. 18 രാഷ്ട്രീയ ബാബിലോൺ, സിറ്റി ഓഫ് ബാബിലോണിന്റെ നാശം. അത് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് തുടങ്ങി, 1-ാമത്തെ ക്ലാസ് അല്ലേ? 18. 19 കുഞ്ഞാടിന്റെ കല്യാണം. ശരിയാണോ? 19 അതെ, കുഞ്ഞാടിന്റെ കല്യാണം. 20 മില്ലേനിയം അഥവാ സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച. അതാണ് 20. 21 ന്യൂ ഹെവൻ ആൻഡ് എർത്ത്, ന്യൂ എർത്ത്, പുതിയ ആകാശം പുതിയ ഭൂമി. 22 ന്യൂ ജെറുസലേം. ഇത്ര ഉള്ളൂ സംഗതി തീർന്നു. ഒന്നുകൂടെ പറയാം.
വേണേൽ നോട്ട് ചെയ്തോളൂ. നോട്ട് ചെയ്ത് കറക്റ്റാണോ എന്ന് നോക്കൂ. ഇല്ല എന്നോട് ചോദിച്ചാൽ മതി ഏത് ചാപ്റ്ററാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയാം. ചാപ്റ്റർ 1 പത്മോസിൽ യോഹന്നാൻ. 2, 3 7 സഭകൾ. 4-ാം അധ്യായം തുറക്കപ്പെട്ട സ്വർഗം. 5-ാം അധ്യായം അകത്തും പുറത്തും മുദ്രയിട്ട ഒരു മുദ്രിത ഗ്രന്ഥം, ഗ്രന്ഥച്ചുരുള്. 6-ാം അധ്യായത്തിൽ ഈ മുദ്രകളിലെ 6 ഭേദിക്കുന്നു. 7-ാം അധ്യായത്തിൽ 144,000 പേരെ മുദ്രയിട്ട് മാറ്റുന്നു. 8-ാം അധ്യായത്തിൽ 7-ാം കാഹളം ഊതുന്നു, 7-ാം മുദ്ര പൊട്ടിക്കുന്നു. അപ്പോൾ 7 കാഹളങ്ങൾ കിട്ടുന്നു. 4 കാഹളം ഇവിടെ ഊതും, 5ഉം 6ഉം കാഹളങ്ങൾ 9-ാം അധ്യായത്തിൽ ഊതും. ഇനി 10ലേക്ക് കടക്കുമ്പോൾ ശക്തനായൊരു ദൂതൻ 10-ാം അധ്യായത്തിൽ. 11-ൽ 2 സാക്ഷികളുടെ പ്രവചനമാണ്. 12-ാം അധ്യായം സൂര്യധാരിണിയായൊരു സ്ത്രീ, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, ആ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ കുഞ്ഞിനെ വിഴുങ്ങേണ്ടതിന് മഹാസർപ്പം അതിൻ്റെ അരിയിലേക്ക് വരുന്നു. 11-ാം അധ്യായത്തിൽ ഈ മഹാസർപ്പവും ഒപ്പം തന്നെ കരയിൽ നിന്ന് വരുന്നൊരു മൃഗവും കടലിൽ നിന്ന് വരുന്ന മൃഗവും ചേർന്നുകൊണ്ട് ഒരു സാറ്റനിക് ട്രിനിറ്റി, സാധാന്യമായ പൈശാചികത രൂപപ്പെട്ടുകൊണ്ട് സാത്താൻ പൂർണ്ണ ശക്തിയോടെ വെളിപ്പെട്ട് വരുന്ന രംഗമാണ് വേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് 14-ാം അധ്യായം 144,000 കുഞ്ഞാടിനോടുകൂടെ സിയോൻ മലയിൽ അവനെ അനുഗമിക്കുന്ന 144,000. ഇനി 15-ാം അധ്യായം സ്വർഗത്തിലെ സാക്ഷ്യപേടകം, തുറക്കപ്പെട്ട സ്വർഗം. 16-ാം അധ്യായത്തിൽ 7-ാം കാഹളം ഊതുന്നു. അപ്പോൾ 7 കലശങ്ങൾ വിന്യസിക്കുന്നു. 17-ാം അധ്യായത്തിൽ മഹദിയാം ബാബിലോൺ. 18-ാം അധ്യായത്തിൽ രാഷ്ട്രീയ ബാബിലോൺ. 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായത്തിൽ 1000 ആണ്ട് വാഴ്ച. 21-ാം അധ്യായത്തിൽ പുതുവാന ഭൂമി. 22-ാം അധ്യായത്തിൽ ന്യൂ ജെറുസലേം, പുതിയ ആകാശം, പുതിയ ഭൂമി. ഇത്രേ ഉള്ളൂ. സംഗതി ഇത്ര ഉള്ളെങ്കിൽ അവിടെ നിന്ന് വരാനാവാണ് അല്ലേ? സ്തോത്രം. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കയറി വരാനുള്ള ഷോർട്ട് കട്ടുകൾ എടുത്തായി വരുന്നത്. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പുറകിൽ വിട്ടു. തന്നല്ല ഒരു സഭ പരമ്പരാഗതമായി പഠിച്ചു പോരുന്ന ചില രീതികളുണ്ട്. ആ രീതിക്ക് വിഭിന്നമായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം ചിലരുടെ ധാരണ പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകേണ്ടത്. ചർച്ചിനുള്ളിലൊരു വിഷയമുള്ളത്, ഈ ഗസ്റ്റ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയാൽ ചർച്ചിൽ പ്രശ്നമാണ്. ചർച്ചിൻ്റെ പ്രൊട്ടക്ഷൻ വളരെ വലുതാണ് അല്ലേ? ചില ആളെന്ന് പറയാം, ഞാൻ സത്യം മാത്രമേ പറയൂ, ഞാൻ തുറന്നടിക്കും, ഇയാൾക്ക് ഇത് കഴിഞ്ഞ് പോയാൽ മതി, ഞാൻ ഇവിടെ നിൽക്കണ്ട. ശരിയല്ലേ? ഒരു പാസ്റ്ററുടെ ബേഡൻ വലുതാണ്. ഒരു പാസ്റ്റർ ഇവരെല്ലാം കൊണ്ടടക്കേണ്ട ആളാണ്. അതൊക്കെ നമ്മൾ പരിഗണിക്കണം. എനിക്ക് വേറിട്ട കുറേ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അത് വീഡിയോയിൽ കിടപ്പുണ്ട്, കണ്ടാൽ മതി. ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇനി വേറൊന്ന്, യേശുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് യേശു വരികലെന്ന് പറയുന്നതാണ് കൾട്ട് അല്ലെ ദുരുപദേശം. ഒക്കെ വന്നു പോയി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. യേശു കർത്താവ് വരും, വന്നിട്ട് നമ്മൾ എവിടെ വസിക്കും, എങ്ങനെ വസിക്കും, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അടിവെക്കേണ്ട കാര്യമുണ്ടോ? കർത്താവ് നമ്മളെ കൊണ്ട് വസിക്കാൻ എടുക്കപ്പെട്ട യേശു എവിടെ വസിക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അത് കർത്താവിനോട്ടിൽ സ്ഥലം കാണും, അല്ലെ പിന്നെ കല്യാണം കഴിയുമോ? നമ്മളെപ്പോലാണെന്നാണോ വിചാരം? അതെവിടെയും ആയിക്കോട്ടെ. ഇനി എന്നെ സംബന്ധിച്ചോളം അത് കോട്ടയത്താന്ന് പറഞ്ഞാലും വിരോധമില്ല, കൊച്ചിയിലാന്ന് പറഞ്ഞാലും, ഇനി കടലിൻ്റെ അടിയിലാന്ന് പറഞ്ഞാലും വിരോധമില്ല. വേറെ വർക്ക് ഇൻവൈറ്റിങ് us, we must have to go with him. അത്രേ ഉള്ളൂ. അതിന് തർക്കിക്കണോ? പിന്നെ ഇവിടെ നിന്ന് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല, അഭിപ്രായമൊക്കെ കേൾക്കാം. നമ്മൾ പറയുന്ന ഒരുത്തൻ വേറൊരുത്തൻ അഭിപ്രായം പറഞ്ഞില്ലല്ലോ ഉടനെ അവനെ കൊലപാതകയും കള്ളനും ദുഷ്ടനും ഒക്കെ നോക്കരുത്. ശരിയല്ലേ? അതേ ഉള്ളൂ. ഈ ത്രെഡിനകത്ത് പ്രശ്നം വരില്ലെന്ന്. ഇതിൻ്റെ അതിനകത്തൊരു സ്കെൽട്ടൺ ഉണ്ടല്ലോ, അത് നശിപ്പിക്കരുത്. യേശുവിൻ്റെ വരവിന് ഒരു സ്കെൽട്ടൺ കിടപ്പുണ്ട്, അതിനെതിരെയാകില്ല. അതുകൊണ്ട് 70 ആഴ്ചവട്ടത്തെക്കുറിച്ചൊക്കെ എനിക്ക് വേറെ ചില കാഴ്ചപ്പാടുകളുണ്ട്. ഞാനതിലൊന്നും തൊട്ടിട്ടില്ല. പേഴ്സണലി ചോദിച്ചാൽ പറയുകയും ചെയ്യാം, കുഴപ്പമില്ല. കാരണം അതുമായിട്ടൊരു ടച്ചുള്ളവർ വേണം അത് ചോദിക്കാനല്ല. ഒന്നും അറിയത്തില്ല 70 ആഴ്ചവട്ടം എന്നാന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പാടാം. ഒന്നും അറിയാതെ 70 ആഴ്ചവട്ടം ഏതാണെന്ന് ചോദിച്ചാൽ പറയും അത് 69 കഴിഞ്ഞുള്ളതാണ് 70 ആഴ്ചവട്ടം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇസ്ലാമിക സഹോദരന്മാർ ഒത്തിരി വാദങ്ങൾ മുമ്പോട്ട് വെക്കും. അതിൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ പോയൊരൊറ്റ കാര്യമുള്ളൂ. ബാക്കിക്കെല്ലാം ഞങ്ങൾ മറുപടി കൃത്യം പറഞ്ഞു. ഇന്നും എനിക്ക് മറുപടി പറയാൻ പറ്റാത്ത വളരെ വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആരെങ്കിലും എന്നെ സഹായിക്കുമെങ്കിൽ അതിന് സ്വാഗതമുണ്ട്. വേറൊന്നുമല്ല, അവർ പറയാറുണ്ട് ഈ ഖുർആൻ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം നമ്മൾ ചോദിക്കുക, അതെങ്ങനെയാണ് ഖുർആൻ ദൈവത്തിൻ്റെ വചനമാണേ? അപ്പോൾ പറയും, പ്രവാചകനായ മുഹമ്മദാണ് അത് എഴുതിയത്. മുഹമ്മദ് പ്രവാചകൻ എന്നാര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. അപ്പോൾ പറയാം, അദ്ദേഹമാണല്ലോ അന്ത്യപ്രവാചകൻ. അന്ത്യപ്രവാചകനാണ് ഖുർആൻ എഴുതിയത്, അതുകൊണ്ടത് ദൈവവചനമാണ്.
ഇദ്ദേഹം പ്രവാചകനാന്നാര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. ഖുർആൻ ദൈവജനാന്നാര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. നമ്മൾ ഉടനെ ചോദിക്കുക, സമ്മതിച്ചു, ഈ മുഹമ്മദ് പ്രവാചകനാണെന്ന് ഞങ്ങൾ ഇയാളോടല്ലേ ഇത്രയും നേരം പറഞ്ഞേ, അത് ഖുർആനിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അത് മനസ്സിലായി. അപ്പൊ ഈ ഖുർആനിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എടോ പ്രോഫറ്റ് മുഹമ്മദ് വലിയ കാര്യമാണ്. ഇന്ന് വരെ എനിക്കിത് കണ്ടിക്കാൻ പറ്റിയിട്ടില്ല, ഇത്രയും നാളായിട്ട്. അവസാനം എടുത്തോണ്ട് പറഞ്ഞു തോറ്റു, പരാജയം സമ്മതിച്ചു. ഞാനും സെബാസ്റ്റ്യനും അൽകുമാറയ്യപ്പനും ഇവരെല്ലാം കൂടെ നോക്കിയിട്ട് പറ്റാത്തൊരു കാര്യം, ഇതിന് മാത്രം നമ്മൾ ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ട് ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞ പോലെ 69 ആഴ്ച ഉടനെ എന്താ 69 കഴിഞ്ഞുള്ള 70 ആഴ്ച കിട്ടും. നമുക്കതങ്ങ് വിട്ടേക്കാം അല്ലേ? ആ, അപ്പൊ നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകണം, ശ്രദ്ധിക്കണേ. ആ, ഉറങ്ങുകയാണോ? അല്ല, സ്തോത്രം. ഈ നമ്മൾ ഇന്നലെ പറഞ്ഞിറക്കിയത് യേശുവിൻ്റെ വരവിന് മുമ്പ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം, 7 സഭകളെ കുറിച്ചൊക്കെ ഉണ്ട്, ഞാനതൊക്കെ അങ്ങ് വിടുക. നിങ്ങളത് കുറേ കേട്ടിട്ടുണ്ട്. അത് കേട്ട കുറേയൊക്കെ തെറ്റുമുണ്ട്. തെറ്റെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആൾ വിഭജിച്ചത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 7 സഭകൾ 7 കാലഘട്ടമാണ്. സഭാ കാലഘട്ടത്തിലെ 7 കാലഘട്ടമാണ്. അതിപ്പം നമ്മൾ എത്തി നിൽക്കുന്ന എവിടെ? ലവോദിക്ക. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഇന്നിരിക്കുന്നതിനെല്ലാം ഉഷ്ണവാനും ശീതവാനും അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പം ഗ്രഹാസ്തേൻസിനെ ആക്ഷേപിക്കല്ലേ നമ്മൾ, അല്ലേ? ഗ്രഹാസ്തേൻസിനെ ആക്ഷേപിക്കുന്ന മണിപ്പൂരിൽ കിടന്ന് കത്തുക നമ്മുടെ സഹോദരങ്ങൾ, മനസ്സിലായില്ലേ? തോക്കിൻ മുനയിൽ നിന്നിട്ട് യേശു മാത്രം രക്ഷകനെന്ന് വിളിച്ചു പറയുന്നത് ഉഷ്ണവാനും ശീതവാനും അല്ലേ? അങ്ങനെയാണ് കൂട്ടണ്ടേ? അപ്പൊ ഇങ്ങനെ കണക്ക് കൂട്ടണ്ടേ? ഉഷ്ണവാനും ശീതവാനും എന്നും ഉണ്ടെന്ന്. അവനെന്നുമുണ്ട്. ദോഷം ചെയ്യുന്ന ജമ്പു പണിക്കാരൻ അലക്സാണ്ടർ എന്നുമുണ്ട്. ജീവിക്കുന്ന വിശുദ്ധന്മാരും ഒന്നുകൊണ്ട് കർത്താവിന് വേണ്ടി. ചർച്ചിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. യഥാർത്ഥ ചർച്ചിന് യേശുവിന്റെ തിരുശരീരത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ലെന്ന്, ഒരു പ്രശ്നവും വന്നിട്ടില്ലെന്ന്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. ഇസബേലിനെ അനുവദിക്കുന്ന സഭകൾ ഇന്നുകൊണ്ട് അന്നുകൊണ്ട്. അപ്പോസ്തലന്മാരല്ലാത്തവരായ ആളുകൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന അനുഭവം അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. അവരെ കണ്ട് വ്യാജന്മാരെന്നറിയുന്ന ദൈവമക്കളുടെ കൂട്ടോ ഇന്നുമുണ്ട്. അതുകൊണ്ട് 7 ചർച്ചസ് എന്ന് പറഞ്ഞാൽ എക്കാലഘട്ടത്തിലെയും ദൈവസഭയാണ്. അതിനകത്ത് ഇവരെല്ലാം കിടപ്പുണ്ട്. ഇതിൽ നിന്നൊരു ഫിൽട്രേഷനാണ് റാപ്ചറിന് വേണ്ടി കാത്തിരിക്കുന്നത്. അല്ല, സംഘടന കണ്ടിട്ട് അത് ചർച്ചയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ക്ഷമിക്കണം, ഈ സംഘടന കണ്ട് ചർച്ചയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരുണ്ട്. ഈ ബോർഡ് വായിച്ചിട്ട് അത് ചർച്ചയാണെന്ന് ധരിക്കരുത്. ഈ കാണുന്ന ബോർഡ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളൊരു ബോർഡ് കാണും നമ്മുടെ ചർച്ചിൻ്റെ എന്ന് വെച്ചാൽ ഇത് ചർച്ച അല്ല, ഇതിനകത്തുള്ളതാണ് ചർച്ച്. മനസ്സിലായോ? ആ, ഇതിനകത്തുള്ളതാണ് ചർച്ച്. സ്തോത്രം. IPC അസംബ്ലീസോടും ഷാരോണും ചർച്ചക്കോടും ഒന്നുമല്ല ചർച്ച്. അതിനകത്ത് ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ ഉണ്ട്, അതാണ് ചർച്ച്. ഓർഗനൈസേഷൻ അത് വേണം. അതൊക്കെ വേണമെന്ന് സിസ്റ്റമാറ്റിക് ആകണ്ടേ? ഇന്ന് ഓർഡറൊക്കെ വേണ്ടേ? അതിന് ഓർഡറൊക്കെ വേണം, അതിന് രീതികൾ വേണം, പ്രവർത്തന രീതികൾ വേണം. അങ്ങനെയാണ് കാണണ്ടേ. അല്ല, ഓർഗനൈസേഷനെ ചർച്ച എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ചിലക്കൊക്കെ അവരെ ആ സഭയാണ് യഥാർത്ഥ സഭയെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. ആ പ്രസ്ഥാനം ജസ്റ്റ് ആർ ഓർഗനൈസേഷൻസ്. അങ്ങനെയാണ് കാണണ്ടേ. അപ്പോൾ നമുക്കിനി ഈ 7 ചർച്ചസ് എക്കാലഘട്ടത്തിലുള്ളതാണ്. മറ്റേ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലൊരു നല്ലൊരു പ്രമേയമുള്ളത് ദൈവമക്കളെ പീഡിപ്പിക്കുന്നൊരു കാലമാണ്. ഡൊമീഷ്യൻ കൈസറാണെന്നാണ് ആ കാലഘട്ടത്തിൻ്റെ ഭരണാധികാരി. പലതരം പീഡയാണ് നടക്കുന്നത്. അപ്പോൾ പ്രായമുള്ള മനുഷ്യനെ കൊണ്ട് തള്ളുന്ന ദ്വീപുകളുണ്ട്. പണ്ട് ഇവിടുന്നൊക്കെ ഉള്ള വലിയ ക്രിമിനൽസിനെ കൊണ്ട് തള്ളിയതാണ് ഓസ്ട്രേലിയ. ഇവിടുത്തെ പ്രാർത്ഥനാ മനുഷ്യരെല്ലാം കൂടെ പോയ സ്ഥലമാണ് അമേരിക്ക. ഇവിടുത്തുകാരായിരുന്നില്ല, അങ്ങോട്ടൂടെ തട്ടി. അപ്പോൾ അവരവിടെ എന്ന് പറഞ്ഞ പോലെ ഈ ക്രിമിനൽസിനെ കൊണ്ടിടുന്ന സ്ഥലമായിരുന്നു പത്മോസ്. ആ പത്മോസിൽ കൊണ്ട് പ്രാർത്ഥനാ മനുഷ്യനായ ആത്മീയനായ യോഹന്നാനെ തട്ടി. 190 വയസ്സുണ്ടായിരുന്നു. അവിടെ വെറുതെ വിട്ടേക്കല്ല കേട്ടോ, കൽക്കരിക്കന്നെ അവിടെ പണിയെടുക്കണം. ഈ കപ്പലിൽ സാധനം കെട്ടി വിടണം, കൽക്കരി ചുമന്നുകൊണ്ടൊക്കെ കൊണ്ടുവരണം. ഈ വരുന്ന കപ്പലിൽ ഇവർക്കുള്ള ഭക്ഷണം കാണാം, അതിങ്ങനെ കരക്കോട്ട് എടുത്തെറിയും. ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം കിട്ടിയാലായി ഇല്ലെങ്കിലായി. ആ പ്രതിസന്ധിക്കകത്ത് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഓർത്തേ. കോടും ക്രിമിനൽസ് അപ്പുറത്ത്, ഭക്ഷണത്തിന് അടികൂടുന്ന മനുഷ്യർ, പക്ഷിമൃഗാദികൾ, കൊടും കാട്, കഠിനമായ അധ്വാനം. ഇതൊക്കെയാണെങ്കിലും കർത്തൃദാസം പറയുക, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായിരുന്നു. ഈ പ്രതിസന്ധിക്കകത്തെ
പ്രായമുള്ള ഈ മനുഷ്യനോട് കർത്താവ് എന്നിട്ട് പറയുക, യോഹന്നാനെ, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് വരാൻ. എത്രയോ ചെറുപ്പക്കാർ നാട്ടിലുണ്ടായിരുന്നു, ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള. ഒരു കോംപ്ലാൻ ബോയിമാരെ ഏൽപ്പിച്ചില്ലല്ലോ അല്ലേ? ഇതാ നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യം. മനോനില തെറ്റുന്ന സ്ഥിതി അവിടെ ചെന്ന ആ മനുഷ്യൻ്റെ ഓർമ്മ തെറ്റാതെ ഈ നമ്പർ കറക്റ്റ് ഓർത്തു വെച്ചു. 7 കാഹളം 7 കലശം, എത്ര 7ൻ്റെ കണക്കായത്? ഈ ഗണിതമെല്ലാം മനസ്സിരിക്കുക. ഈ പ്രായമുള്ള അപ്പച്ചൻ പിൽക്കാലത്ത് എഫസോസിൽ വന്നിട്ടാണ് ഇത് എഴുതുന്നത്, ഈ ലേഖനം എഴുതുന്നത്. ഇതെല്ലാം മനസ്സിൽ ഓർത്തിരുന്നിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യത്തക്ക വിധം ശക്തീകരിച്ചൊരു ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്തു, നമ്മുടെ ദൈവം വലിയവനാ. പരീക്ഷയ്ക്കൊക്കെ പോയിരിക്കുമ്പോൾ ഈ ശലോമോന്റെ വീട് യോഹന്നാനെ ഇങ്ങനെ അനുഗ്രഹിച്ച് ഇതൊക്കെ എഴുതാൻ പ്രാപ്തനാക്കിയ ഒരു യേശുവിനെയാണ് ഞാൻ സേവിക്കുന്നുള്ള ബോധം നമ്മളെ ശക്തരാക്കണം. എവിടെയും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ മുമ്പോട്ട് പോവാം. അപ്പോൾ യോഹന്നാനെ കൊണ്ട് യേശു ഇതെല്ലാം പറയിപ്പിച്ചു, എഴുതിച്ചു. 7 ചർച്ചസിനെ ഇത് കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് എനിക്കൊരു പേപ്പർ കിട്ടിയാൽ കൊള്ളാം. ഒരു പ്ലെയിൻ പേപ്പറോ എഴുതിയതൊന്നും കുഴപ്പമില്ല. ഒരു പേപ്പർ ഇവിടെ നിന്ന് എടുക്കാമല്ലോ അല്ലേ? ഇതെടുക്കാമല്ലോ തൽക്കാലത്തേക്കാണ്, തിരിച്ചു തന്നേക്കാം, കുഴപ്പമില്ല. ഇതൊരാവശ്യത്തിനാണ്. 6ൻ്റെ 1, 5ൻ്റെ 1, 4 5 കൂടെ ഒന്ന് പറഞ്ഞേക്കാം. പിന്നെ തന്നെ മതി പേപ്പർ. ഈ 4-ാം അധ്യായം എന്താന്ന് പറഞ്ഞേ? തുറന്നിരിക്കുന്ന സ്വർഗം. വളരെ മനോഹരമാണ് ഈ സ്വർഗീയ കാഴ്ച. ഇതൊന്ന് ഇപ്പോൾ വായിക്കണം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ. അതിൻ്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ച്. ഓക്കെ, മതി, ഞാൻ പറഞ്ഞോളാം. സ്വർഗത്തിലൊരു സിംഹാസനം വച്ചിരിക്കുന്നു. ഇതാ കണ്ടു തുടങ്ങി. തുറക്കപ്പെട്ട സ്വർഗം, സ്വർഗത്തിലൊരു സിംഹാസനം. സിംഹാസനത്തിലൊരുവൻ ഇരിക്കുന്നു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും മരതകത്തോട് സദൃശ്യമായ ഒരു പച്ച വില്ല്. സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകുന്ന ഒരു കണ്ണാടിക്കടൽ. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങൾ, അതിൽ 24 മൂപ്പന്മാർ. സിംഹാസനത്തിൻ്റെ മുമ്പിൽ 4 സവിശേഷതയുള്ള ജീവികൾ. മറക്കരുത്, എന്തൊക്കെയാണ് ജീവികളുടെ പ്രത്യേകത? 1-ാം ജീവി സിംഹസാദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സാദൃശ്യം, 3-ാമത്തെ ജീവി മനുഷ്യ സദൃശ്യം, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. ഈ മുഖമുള്ള 4 ജീവികൾ. അവയ്ക്ക് മുമ്പിലും പിൻപിലും കണ്ണുണ്ടായിരുന്നു, കണ്ണ് നിറഞ്ഞിരുന്നു. അവയ്ക്ക് ഓരോന്നിനും 6 ചിറകുണ്ടായിരുന്നു. അവ 2 കൊണ്ട് പറന്നു, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി. അല്ലേ? ഒരുത്തനോടൊരുത്തൻ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ് പരിശുദ്ധൻ 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 എന്നിങ്ങനെ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ജീവികൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കുമ്പോഴൊക്കെ മൂപ്പന്മാർ സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെക്കും. ഇതാണ് സ്വർഗത്തെക്കുറിച്ചുള്ള 4-ാം അധ്യായത്തിൻ്റെ കൃത്യമായ വിശദീകരണം. ഓർമ്മ കിടന്നോ ഇത്തരം കാര്യം? കറക്റ്റാണോ? നാട്ടിലെവിടെയാണ് ചർച്ച്? സാറിൻ്റെ ചർച്ച് ഏത് ചർച്ചിലാണ്? അവിടെ ഞാൻ സാറ് എവിടെ? അവിടെ ഏത് ചർച്ച? രണ്ടും പറയാമല്ലോ. ചർച്ച കൂടെ ഒന്നും ഇവിടെ കുഴപ്പമില്ല. ഇത് ഓർക്കാൻ വേണ്ടി സാറിൻ്റെ കോട്ടയം ഡിസ്ട്രിക്റ്റ് ഇതൊരു മാസയോഗം ഓർത്താൽ മതി. നാട്ടിൽ ചെല്ലുമ്പോൾ കൂടുമല്ലോ. നമ്മുടെ IPC അല്ലും മതി, ചർച്ചക്കൂടോ കേട്ടോ. 4-ാം അധ്യായം വെളിപ്പാട് പുസ്തകം നിങ്ങളുടെ ലോക്കൽ സഭയിലെ ഒരു മാസയോഗം. നമ്മളിങ്ങനെ കൂടുമല്ലോ എല്ലപ്പോഴും. 10, 16, 20 സഭകൾ കൂടി ഒരു മാസയോഗം ഇല്ലേ?
ആ മാസയോഗത്തിൻ്റെ ഒരു 11 മണി വരെ ഒരു കാഴ്ച കാണാം. വേദിയിൽ സ്റ്റേജിൽ 24 മൂപ്പന്മാര്, തൊട്ടു മുമ്പിൽ 4 ജീവികൾ. ആരുണ്ടോ ഈ രംഗം? സ്റ്റേജിൽ എത്ര മാസന്മാരുണ്ട്? 24 പേര്. മാസവും കൂടാൻ എത്ര പേരുണ്ട്? 4 പേര്. അപ്പോഴൊക്കെ ഓർക്കണം, വെളിപ്പാട് 4. ഇങ്ങനെ ഇത് പഠിക്കണ്ടേ, കാര്യം പഠിക്കണ്ടേ. നമ്മൾ വെല്ലവൻ്റെ അവിടെ പോയി ഉപമതിരക്കി പോകണോ? നമ്മളെ ചർച്ചയിലുണ്ട്, പിന്നെ വെല്ലവൻ്റെ അടുത്ത് പോകണോ? ഇല്ല. 24 മൂപ്പന്മാർ, കിരീടമൊക്കെ ഉണ്ട്, താഴെ വെക്കില്ല, അത് വേറെ കാര്യം. നീ എന്നാ സംഭവം നടന്നാലും കിരീടം വെച്ചുള്ള കളിയൊന്നുമില്ല. അത് വെക്കാത്തതിൻ്റെ കാര്യം അടുത്തവന് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ടാണ് 24 മൂപ്പന്മാരും 4 ജീവികളും പിടികിട്ടിയല്ലോ. ചിലർക്ക് ഇപ്പോഴാണ് കാര്യം പിടികിട്ടിരുന്നല്ലേ. ഇങ്ങനെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഓരോ വിഷയങ്ങൾ ഞാനിങ്ങനെ പഠിക്കുന്നു. പ്രകൃതി എന്നൊക്കെ നമ്മൾ പാഠം പഠിക്കണം. എന്നാ സ്തോത്രം. 24 മൂപ്പന്മാര്, 4 ജീവികൾ. ഈ ജീവികൾ സ്വർഗീയ ജീവികൾ അല്ലേ. 1-ാം ജീവി പറക്കരുത് ക്രമം. 1-ാം ജീവി സിംഹമുഖമുള്ള ജീവി, 2-ാം ജീവി കാളയുടെ മുഖമുള്ള ജീവി, 3-ാമത് മനുഷ്യമുഖം, 4 പറക്കുന്ന കഴുകന്റെ മുഖമുള്ള ജീവി. അവ ഇങ്ങനെ മുഖം മൂടിയാണ് നിൽക്കുന്നത്. എന്നിട്ടൊരു കാര്യം പലരും തെറ്റിദ്ധരിച്ചേക്കുന്നത് ഇത് ആരാധനയാണെന്നാ. ആരാധനയല്ലെന്നും. ആരാധനയെന്ന് വേണേ പറയാം, ആത്യന്തികമായിട്ട് ആരാധനയാണ്. ഇത് ഭയം കൊണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു സ്കൂളിൽ കുട്ടികൾ ഇങ്ങനെ പഠിക്കുമ്പോൾ അതിലെ മാഷിങ്ങനെ പോകുമ്പോൾ വളരെ ഡിസിപ്ലിൻഡായ ഒരു അന്തരീക്ഷം കീപ്പ് ചെയ്യേണ്ട സ്ഥാപനത്തിൽ ഇങ്ങനെ സാറ് വരുമ്പോൾ ബുക്ക് കൊണ്ട് മുഖം മറച്ചിട്ട് നമ്മൾ കൂട്ടുകാരനല്ലേ വരുന്നുണ്ട്. ഈ ഭയമാണ് ദൂതന്മാരും ഷെയർ ചെയ്യുന്നത്. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ്. ദൈവത്തിന് എത്ര ക്വാളിറ്റി ഉള്ളപ്പോൾ ഒരു ക്വാളിറ്റി മാത്രമാണ് വിളിച്ചു പറയുന്നത്. ഹോളി ഹോളി ഹോളി. ഒരിക്കൽ അമയാൻ ജോസ് എന്നൊരു വേട്, പരിശുദ്ധൻ. ഹീബ്രുവിൽ കദോഷ് കദോഷ് കദോഷ്. ഇതിൽ നിന്നാ കൂദാശ ഈ പദമൊക്കെ ഉണ്ടാകുന്നത്. കൂദാശ ഹോളി ആയിട്ടുള്ള കാര്യം. ഓക്കെ, കദോഷ് കദോഷ് കദോഷ്. ഇത് തന്നെ ഇവ ഇങ്ങനെ പറഞ്ഞ് ഒരു 3 ലൈനാകുമ്പോൾ നിർത്തിയിട്ടാണ് അടുത്ത ലൈനിൽ കയറുന്നത്. രാപ്പകൽ ഇങ്ങനെ 3 തവണ വീതം പറയും. അവിടെ ഒരു ചെറിയ നമ്മൾ ഈ നോട്ടിനകത്തൊക്കെ സംഗീതത്തിനകത്ത് വരുമല്ലോ, ഇങ്ങനെ പോസ് ഒന്ന് നിർത്തണം, പിന്നെ തുടങ്ങണം അല്ലേ. നൊട്ടേഷനകത്ത് സംഗീതത്തെ പറ്റി അറിയാമെന്ന് അവിടെ ഒന്ന് നിർത്തണം. അവിടെ നിർത്തിയിട്ട് പറയാൻ കാരണം എന്താ? 3 തവണ പറയാൻ കാരണം and to Father and to Son and to the Holy Spirit. Holy holy holy. ഇതെന്നെ പറയുക ഒരു പറ്റം ദൂതന്മാർ. വേറെ ഒരു ടൈപ്പ് കക്ഷികളുണ്ട്. അവർ എസക്കേൽ വായിച്ചാൽ മനസ്സിലാകും ഇവരെന്താ തോന്നേ ദൂതഗണങ്ങളാണ്. അവരിങ്ങോട്ടല്ല നോക്കുന്നത്. അവരിങ്ങനെ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഇതാ ഭൂമി ഇങ്ങനെ കറങ്ങുന്നു. ആ ഭൂമിക്ക് ചുറ്റും തിരിച്ച് ചന്ദ്രൻ കറങ്ങുന്നു. 2 പേരും കൂടെ സൂര്യനെ കറങ്ങുന്നു. സൂര്യൻ ഈ വികൃത്തായ ഈ സിസ്റ്റം എല്ലാം കൊണ്ട് കറങ്ങുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ആ ദൈവ സൃഷ്ടിയുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞിട്ട് പറയുക, മുഴു പ്രപഞ്ചവും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടർ പറയും അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അടുത്ത കൂട്ടർ പറയും മുഴു ലോകവും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ളവനെ നമ്മൾ വിളിക്കുന്നതാണ് പിതാവേ. അതായാലേ സന്തോഷം. പിടികിട്ടിയോ? ഈ മഹത്വവാനായവനെ നാം വിളിക്കുന്ന പേരാണ് പിതാവ്. ലോകത്തിലെ സകല മതങ്ങളും ദൈവത്തെ സ്ഥാനപ്പേർ ചൊല്ലി വിളിക്കുന്നു. അവരവരുടെ മതത്തിൽ അവരവരുടെ ഭാഷയിൽ. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ അഹൂരമസ്ത, പേർഷ്യക്കാർ അവരുടെ ഗോഡിനെ വിളിക്കുന്നു. യാഹ്വേ, ജൂതന്മാർ അവരുടെ ഗോഡിനെ വിളിക്കുന്നു. അല്ലാഹ്, ഇസ്ലാം അവരുടെ ഗോഡിനെ വിളിക്കുന്നു. ഈശ്വരൻ, ഹിന്ദുക്കൾ അവരുടെ ദൈവത്തെ വിളിക്കുന്നു. But we people, the followers of Christ, only we people addressing God as Father. നമ്മൾ മാത്രം വിളിക്കുന്നു പിതാവേ.
സ്തോത്രം. ആ, സന്തോഷമുള്ളൊരു കാര്യം അതല്ലേ. ആ, നിങ്ങൾ വിളിക്കാറ് കാരണമുണ്ട്. അവിടെ വിഷയം തീരുകയല്ല. എങ്കിലും വന്നപ്പോൾ അവിടെ നിന്ന് പറയാനോ ഡോക്ടറിനുള്ളതുകൊണ്ട്. സത്യത്തിൽ നമ്മുടെ ഈ പിതാവെന്ന് പറഞ്ഞാൽ ആളൊരല്പം, നമ്മുടെയൊക്കെ പിതാവേ ഒരു 40-45 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ അപ്പൻ്റെ കാര്യം ചിന്തിച്ച്, നമ്മുടെ അപ്പാപ്പാടെ ചിന്തിച്ചോ. ഒരു മോശടത്തരമല്ലായിരുന്നോ കയ്യിൽ? നമ്മുടെ ആ നിലവാരത്തിനൊത്തൊന്നുമല്ല നമ്മളെ ട്രീറ്റ് ചെയ്തേ. വഴിയിലൊക്കെ വെച്ച് കണ്ടാൽ ഒരൊറ്റ അടി, പ്രാർത്ഥിച്ചില്ലേ ചെവികിട്ട് തീർത്തു വേറൊരടി. അങ്ങനെ ചെയ്തിട്ടില്ലേ? ഉണ്ടെന്ന് സമ്മതിക്കാൻ മടിക്കേണ്ടെന്ന്. അപ്പൻ കാണിച്ച ഓരോ പരിപാടികൾ നമുക്ക് ഭയങ്കര. ഇവിടൊക്കെയാണ് അകത്ത് പോയനാ മനുഷ്യൻ. ശരിയല്ലേ? പെമ്പിള്ളേർക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. അനുഭവിച്ച ഞങ്ങളുടെ വേദന ഇപ്പോഴേലും ഒന്ന് പങ്കിടട്ടെ. ആ മച്ചായ എന്തെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക, വിളിച്ചിട്ടിരിക്കുക, ചാണകം വാരി വിടാം അവിടെ വന്നിട്ട്. ശരിയല്ലേ? നമ്മൾ പറയല്ലേ പപ്പായ്ക്ക് മര്യാദയ്ക്കൊരു ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വരണ്ടായിരുന്നു. പുള്ളി ഇതും പോയിട്ട് ചമ്പം വിൽക്കാൻ പോയിട്ട് ആ ഷർട്ട് ഇട്ടുകൊണ്ട് കയറി വരിക ക്ലാസ്സിൽ ഒപ്പിടാൻ. മാർക്കുണ്ടോയെന്ന് അറിയണ്ട. ആദ്യം പറയുന്നത് അവനിട്ട് 2 കൊടുത്തേക്കണം. നമ്മളതോടെ അടിച്ച് പൊട്ടിച്ചു എന്ന് കേട്ടാൽ ഇന്നാണെ അറസ്റ്റ് ചെയ്യും സാറിനെ. നമ്മുടെ കാലിനിട്ട് 2 അടി അടിച്ച് പൊട്ടിച്ചെന്ന് കേട്ടാൽ പപ്പായി ഭയങ്കര സന്തോഷമാണ്. കിട്ടുന്ന മേടിച്ചു എന്നല്ല, കുറഞ്ഞു പോയല്ലോ എന്ന് പറയും. പിന്നെയും കണ്ടു. ആ, നീ സാറ് തല്ലിയന് വീട്ടിൽ വേറെ തല്ലുണ്ട്. അതിൻ്റെ കാരണം അറിയണം. അതിന് ഇങ്ങനെയൊക്കെയല്ലേ പപ്പ നമ്മളെ വളർത്തിയേ. നമുക്ക് അന്നൊക്കെ അങ്ങ് ഭയങ്കര വെറുപ്പും ഒരു ബുദ്ധിമുട്ടും നിനക്ക് തോന്നിയിട്ടില്ലേ? ഉണ്ടെന്ന്. പക്ഷെ തിരിഞ്ഞിരുന്നത് ചിന്തിച്ചേ. ഇപ്പം ഇത്രയൊക്കെ ആയപ്പോൾ തിരിച്ച് ഈ പപ്പയോട് ലെവലേശം പിണക്കമുണ്ടോ? ഇല്ലെന്ന്, ഒട്ടുമില്ലെന്ന്. ശരിയല്ലേ? ആ, പപ്പ എന്ന് പറയുമ്പോഴേ ഹൃദയം നിറയല്ലേ. ഇപ്പം ആ തല്ലൊക്കെ കൊണ്ടാ നമ്മളിവിടെ വന്നേ. ഇവിടുത്തുകാരന് വിവരം ഇല്ലാതെ പോയതാ അവൻ്റെ കുഴപ്പം. മനസ്സിലായില്ലേ? ആ, അപ്പൻ്റെ ശാസനയാണ് നമ്മളെ ഇവിടെ ഇരുത്തിയേക്കുന്നത്. ശരിയല്ലേ? സ്ട്രിക്റ്റ്. അതുപോലെ പെൺപിള്ളേരെ ആണെങ്കിൽ ഒരു മയം ഉണ്ടെന്നേ ഉള്ളൂ. പെൺപിള്ളേർക്ക് വേറെ പണിഷ്മെൻ്റ്. ഈ വെള്ളം എടുത്തിട്ട് ചോദിക്കും, ആരടി ഈ പ്ലേറ്റ് കഴിയുക, ഈ ഗ്ലാസ് കഴിയുക. അടുത്ത പ്രയോഗമൊന്നും പറയാൻ പറ്റില്ല. മുറ്റം തൂത്താരടി, മിന്നാരാ, ആ ചൂല് മേടിച്ച് തരും. ഇതല്ലായിരുന്നു പപ്പ. ആ, ചില കുറ്റശിക്ഷയൊക്കെ ഉണ്ട്. എന്താ ശിക്ഷ? പച്ചവെള്ളം അവന് കൊടുത്തേക്കരുത്. എന്തുവാ സംഭവം? നമ്മളാ കണ്ടത്തിൽ പോയി കുറച്ചു നേരം പന്ത് കളി കണ്ടുകൊണ്ട് നിന്നു. അതേ ഉള്ളൂ. പന്ത് കളിക്കാനുള്ള ശേഷി നമുക്കില്ല. അറിഞ്ഞാൽ ക്രിമിനൽ കുറ്റമാ. അത് കണ്ടുകൊണ്ട് നിന്നു. അതിനടി ഇതായി പപ്പ. ശരിയല്ലേ? ആ, പിണക്കമുണ്ടായിട്ടല്ല. പക്ഷെ ഈ പപ്പയ്ക്ക് വേറൊരു കാര്യമുണ്ടറിയോ? നമ്മൾ വീട് വിട്ട് പോരുമ്പോൾ എല്ലാവരും കരഞ്ഞ്, പപ്പ കരയത്തില്ല. കരയാതെ നീറുന്നൊരു മനസ്സുണ്ട്. ദൂരെ പഠിക്കാൻ പോകുമ്പോൾ, ഡൽഹി ജോലിക്ക് പോകുമ്പോൾ, ഇവിടത്തേക്കൊക്കെ വരുന്ന പറയണ്ട. ഇങ്ങോട്ടൊക്കെ വിടുന്ന പുത്രനെ നഷ്ടപ്പെട്ട പോലെ നമ്മളെ വിട്ടെ കരയാതെ കരഞ്ഞ പപ്പയെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പപ്പ ആയിക്കഴിഞ്ഞ അല്ലേ? ശരിയല്ലേ? ഇതാ സത്യം. അവിടെ ഇതൊക്കെ ആണെങ്കിലും ഈ പപ്പായ്ക്ക് നമ്മോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലായപ്പോഴാണെന്നറിയാം, നമുക്കൊരു കുഞ്ഞുണ്ടായപ്പോഴാ. ശരിയാണോ? സ്വർഗീയ പിതാവും നമ്മളോട് ദീർഘകാലം സ്നേഹമുണ്ട് പ്രകടമാക്കാതിരുന്ന്. ആദമുവിൻ്റെ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഈ അകലം. കാരണം കൈവിട്ടു പോയാൽ കുഴപ്പമാണ്. സ്ട്രിക്റ്റായിരുന്ന ആൾ. സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നമ്മൾ ഉറങ്ങാത്ത രാത്രിയിൽ പാപ്പായി ഉറങ്ങിയിട്ടില്ല. നമ്മെ സമൃദ്ധമായി ഭക്ഷണം തന്ന് ഉറക്കുമ്പോഴും പപ്പ കഴിച്ചിട്ടില്ല. ഉച്ചഭക്ഷണം കഴിക്കാത്തത്ര പകലുകൾ പണിയെടുക്കുക. ഇതാണ് പപ്പ. ഏത് വീട്ടിലും സ്നേഹമാണ് ആ ഹൃദയം മുഴുവൻ ശിക്ഷിച്ചു. ഇതേ ഗൗരവക്കാരൻ നമുക്കൊരു മകനുണ്ടായപ്പോഴേ ഇതുപോലെ കാണിക്കൂ. നമ്മുടെ മോനാണ്. അത് പുള്ളിയുടെ കൊച്ചുമോനുണ്ടല്ലോ, നമ്മുടെ മോൻ. കൊച്ചുമോളുണ്ടല്ലോ പുള്ളിയുടെ, നമ്മുടെ വീട്ടിലെ. ഈ ചെറുക്കനെ പുള്ളി വളർത്തുന്ന ഇങ്ങനല്ല. തോളെ കൊണ്ടു നട കാണിട്ടില്ലേ?
ആന കളിക്കുകയാണ്. കണ്ടിട്ടുണ്ടോ? നമ്മുടെ ആ ചെറുക്കൻ നമ്മുടെ പപ്പാടെ തോളിലോട്ട് കയറി ഇരുന്നിട്ട് പപ്പാന്ന് വിളി, ചിലപ്പം അരിച്ചപ്പെട്ട പാപ്പച്ചാന്ന് വിളിച്ചോളെ. കേട്ടിട്ടില്ലേ? തലക്കിട്ട് തല്ലുക, ചെവി ഇങ്ങോട്ട് പിടിക്കുക. പപ്പായോട് പറഞ്ഞാൽ കേട്ടില്ലേ? ഈ കൺട്രോൾ ചെയ്യുന്നുണ്ടോ മോനെ? നമുക്ക് അത്ഭുതം, ഇവനിതെങ്ങനെ സാധിച്ചത്? നിങ്ങൾ ആ ചെറുക്കൻ പറയുന്ന ഓവറാണല്ലോ എന്ന് ഓർത്ത് ഒന്ന് അടിക്കാൻ ചെന്ന് നിങ്ങൾ കിട്ടും, പിന്നെയും കിട്ടും. കുഞ്ഞിനെ അവിടെ വെക്കടാ, നമ്മൾ തല്ലിയല്ല, അപ്പാടെ അടുത്ത് എല്ലാം പറ്റിയല്ല. ഇപ്പോഴും ആ പേടി പോയിട്ടില്ലെന്ന് അല്ലേ? എങ്ങനെ ചെറുക്കൻ ഇങ്ങനെ ആയ? ഇതാ പുത്രൻ ഈ ബന്ധം കുറെ സ്മൂത്താക്കി നമുക്കിതുപോലൊരു പുത്രനെ പിതാവ് തന്നു. തൃത്വം എന്തിനാണെന്ന് മനസ്സിലായോ? പർപ്പസ് ഓഫ് ട്രിനിറ്റി, ദൈവത്തെ എൻജോയ് ചെയ്യാൻ. ഇപ്പോഴാണ് എനിക്ക് പിതാവിനെ മനസ്സിലായത്. ത്രൂ ദ സൺ ഓഫ് ഗോഡ്. തൃത്വം പഠിക്കാനുള്ള വിഷയമല്ല, ആസ്വദിക്കാനുള്ള യാഥാർത്ഥ്യമാണെന്ന്. ഹല്ലേലൂയ. ഇതൊക്കെയാണെങ്കിലും ഈ ചെറുക്കനെ നമ്മൾ വീട്ടിലിട്ടിട്ട് ഇഞ്ഞ് പോന്നു. ചെറുക്കനെ അവിടെ വളർന്നോളും. നമ്മുടെ കുഞ്ഞിനെ അപ്പായും മമ്മിയൊക്കെ ഉണ്ടല്ലോ നോർത്താ. പപ്പ തല്ലിയല്ല, മമ്മിയും തല്ലിയല്ല, ഇവൻ വീരപ്പനേക്കാൾ കഷ്ടമാവും. ഇവിടെ നിന്നാലാ കുഴപ്പമെന്നോർത്തോടെ ആക്കിയിട്ട് പോന്ന. പക്ഷേ പുള്ളി അത് മുഴുവൻ ഇങ്ങനെ വരികയല്ലേ? ശിക്ഷയില്ല. നമ്മെ ദൈവം ഇതുപോലെ സ്നേഹിക്കുന്നു. ഇന്ന് ശിക്ഷയില്ല നമുക്കൊന്നും. ശരിയല്ലേ? പക്ഷെ സ്വർഗീയ പിതാവ് നമ്മളെ അങ്ങനെ ലൈസൻസ് ഇല്ലാതെ വിടത്തില്ല. ആ വീട്ടിൽ പാപ്പായെ പേടിയില്ല, നമ്മുടെ ആ മമ്മിയും പേടിയില്ല. പക്ഷെ ഈ പയ്യന് പേടിയുള്ള വേറൊരാളുണ്ട്. അപ്പൻ്റെ അനിയനൊരാളവിടെ ഉണ്ട്. ഭയങ്കര കാര്യമാണ്. പക്ഷേ സൂപ്പർ അടി ഇടയ്ക്ക്. അപ്പാ തല്ലുതലും കെട്ടിയ അപ്പാപ്പിയുടെ തല്ല് പേടിക്കും. ഇവരെന്നും കളിക്കാനൊക്കെ പോകും, കൂട്ടുകൂടും, ഒരു പ്രശ്നമില്ല. പക്ഷെ നോക്കി നിൽക്കേ പ്ലാൻ മാറിയ അടി ഉറപ്പില്ലേ? ഇല്ലേ ഒരു അങ്കിള്. അപ്പോഴേ പപ്പ പറയുന്നത് അങ്കിള് വരുന്നുണ്ട്, കയറിയിരുന്നു. ചെറുക്കൻ റെഡിയായിട്ട് കയറിയിരിക്കുന്നുണ്ടോ? കണ്ടോ? നമ്മൾ തെറ്റിപ്പോകുമ്പോഴൊക്കെ നമ്മളെ നേരെയാക്കാൻ നമുക്കൊരു കാര്യസ്ഥൻ. ഇതാ ഹോളി സ്പിരിറ്റ്. പിടിയോ? മെൻഡർ. അതാ ഹോളി സ്പിരിറ്റ്. ഇതാ ത്രിയേകത്വത്തിന്റെ ശക്തി. ദൈവകുടുംബത്തിൽ ജനിച്ചെങ്കിലേ ത്രിയേകത്വം എന്താണെന്ന് ആസ്വദിക്കാൻ പറ്റൂ. ത്രിയേകത്വം ഇങ്ങനെ വരച്ച് ഗ്രീക്കിലും ഹീബ്രുവിലും വായിച്ചു പോകേണ്ട സാധനം മാത്രമല്ലെന്ന്. എൻജോയ് ചെയ്യണം പരിശുദ്ധ തൃത്വത്തെ. ദൂതഗണങ്ങൾ ആരാധിക്കുക. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവനും ആയ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇത് പറയുമ്പോഴൊക്കെ മൂപ്പന്മാർ കിരീടങ്ങളെ താങ്ങിയിടും. അങ്ങനെ ഒരു കാര്യം മനസ്സിലായി. ഈ മൂപ്പൻ TPM-ലെ മൂപ്പനോ, IPC-ലെ മൂപ്പനോ, ഷാരൂലിലെ മൂപ്പനോ, ബ്രദറിലെ മൂപ്പനോ ഒന്നുമല്ല. സ്വർഗീയ ജീവികളാണ്. ഓക്കെ, തികച്ചും സ്വർഗീയ ജീവികൾ. അവരുടെ അതോറിറ്റിയൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ ചിന്തിക്കാം. മൂപ്പന്മാർ കിരീടങ്ങളെ താഴെയിടും. 4-ാം അധ്യായത്തിലെ സ്വർഗം മനസ്സിലായോ ശരിക്കും? സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. സിംഹാസനത്തിരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും മരതകത്തോട് സദൃശ്യമായൊരു പച്ച വില്ല്. സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് പളുങ്കിനൊത്ത കണ്ണാടി കടൽ പുറപ്പെടുന്നു. യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. സിംഹാസനത്തിന്റെ ഇരുപുറവും നിൽക്കുന്നു 24 മൂപ്പന്മാര്. അവർക്ക് വെള്ളയുടുപ്പ് ധരിച്ചിരിക്കുന്നു. അപ്പോൾ അവര് അതിൻ്റെ തൊട്ടു മുമ്പിൽ 4 ജീവികൾ. 1-ാം ജീവി സിംഹമുഖം, 2-ാം ജീവി കാളമുഖം, 3-ാം ജീവി മനുഷ്യമുഖം, 4-ാം ജീവി കഴുകമുഖം. ആ ജീവികൾ 6 ചിറക്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നിങ്ങനെ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അവ ദൈവത്തിന് മഹത്വം അർപ്പിക്കുമ്പോഴൊക്കെ ഈ കിരീടങ്ങളെ മൂപ്പന്മാർ താഴെ വെക്കും. 4-ാം അധ്യായം തീർന്നു. മറക്കരുത് ഈ കാര്യം. മച്ചിക്ക് മനസ്സിലായോ? മച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഉപദേശം ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ടോ? മതി, ഞാൻ തൃപ്തനായി.
ഒരു മനുഷ്യന് കുറേ നേരമായിട്ട് 3-4 ദിവസമായിട്ട് എന്തൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. മതി, എനിക്കത് തന്നെ ഭയങ്കര തൃപ്തിയായി. തിരിച്ചു വരാം. അപ്പോൾ 5-ാം അധ്യായത്തിൽ എന്താണെന്നാ പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സിംഹാസനത്തിരിക്കുന്നതിൻ്റെ പക്കൽ ഒരു ഗ്രന്ഥ ചുരുൾ കണ്ടു. എന്നെ ഈ പേപ്പർ മേടിച്ച് പണ്ട് കാലത്ത് ഈ പാപ്പിറസിൻ്റെ ഇതിലെഴുതുന്നത് പറഞ്ഞല്ലോ, പാർച്ച്മെൻറ്റ്സ് ഓർ പാപ്പിറസ്. 1-ാം ദിവസം തന്നെ ഞാൻ പറഞ്ഞല്ലേ, മൃഗത്തിൻ്റെ തോല് 100-500 ആട് വേണമെന്നൊക്കെ അല്ലേ. ചിലർ കൊടുത്തിരിക്കുന്നത് ജീവനുള്ള ആടിൻ്റെ ദേഹത്ത് ഇതങ്ങ് എഴുതി വിടുക. മൃഗങ്ങളുടെ തോലിലായിരുന്നു ആദ്യകാലത്ത് എഴുതുമെന്ന് പറയുമ്പോൾ ചിലർ ധരിച്ചത് കന്നാലിൻ്റെ ദേഹത്ത് ഇങ്ങനെ പിടിച്ചിട്ട് മത്തായിയുടെ സുവിശേഷം പോക്കൂ, മർക്കോസിൻ്റെ സുവിശേഷം ഇതാ ഇങ്ങോട്ട് 28 അധ്യായം വടക്കോട്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ വിളിക്കുക, മത്തായി 28. അങ്ങനെയല്ല, മനസ്സിലാക്കാൻ പറഞ്ഞു. ഇനി മറക്കരുത്, മൃഗത്തെ അത് കൊന്നിട്ട് അതിൻ്റെ തോലെടുത്ത് കൃത്യം നമ്മൾ ഡ്രമ്മിനൊക്കെ ഇടുന്ന പോലെ ആക്കും. എന്നിട്ടാണ് എഴുതുന്നത്. അത്ര ഒരു തോല് അകത്തും പുറത്തും ഇങ്ങനെ ചുരുട്ടിയിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, അന്ന് കാലത്ത് രാജാക്കന്മാർ മെസ്സേജ് ഇങ്ങനെ എഴുതും. എഴുതിയിട്ട് ബിദുന്യായിലെ ഗവർണർ വായിച്ചറിയേണ്ടതിന് കൈസർ തിബരിയോസ് കൈസറാകുന്ന ഞാൻ പുറപ്പെടുവിക്കുന്നത് അറിയിക്കുന്നതെന്നാൽ, എന്നിട്ട് അയാൾക്കുള്ള സന്ദേശമായിരിക്കും ഒന്നൊന്ന് കാണാം. ഓക്കെ, അപ്പം അയാൾക്ക് എഴുതിയ താഴെ ഒപ്പുവിട്ട ശേഷം അയാൾക്ക് മാത്രമേ ഉള്ളിത്. അതുകൊണ്ട് ഇവിടെ ഒരു വരയും ഇത്ര ഒട്ടിക്കും, തിരിച്ചു ചുരുട്ടി ഇവിടെ ഒട്ടിക്കും. ഇതാണ് 1-ാം മുദ്ര. റേഡിയോ അയാൾക്ക് വേണ്ടി മാത്രം എഴുതി. 2-ാം എഴുതാൻ പോകുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന ആ രാജ്യത്തിലെ ഗവർണർക്കായിരിക്കും, പീലാത്തോസ് അറിയേണ്ടതിന്. സുഖമായിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചിട്ട് രാജ്യത്ത് പിരിവിൽ ഇന്ന കുഴപ്പം കാണിച്ചിരിക്കുന്നു, ഇന്ന വിഷയമുണ്ട്, ചിലപ്പോൾ ഇയാളെ ടെർമിനേറ്റ് ചെയ്യായിരിക്കും, അല്ലെ വേറെടത്തേക്ക് മാറ്റിയായിരിക്കും, ഇതൊന്നും അറിയാൻ പറ്റില്ല. ഇങ്ങനെ എഴുതി അകത്തും പുറത്തും മുദ്രയിട്ട 7 മുദ്രകളോട് കൂടി ഒരു ഗ്രന്ഥം. ഈ അഞ്ചലോട്ടക്കാരൻ ഇത് കൊണ്ടുപോകുന്ന പാർട്ടിയെ ഇതും കൊണ്ടുപോയിട്ട് ചെണ്ട കൊട്ടി വിളംബരം അറിയിച്ച് ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് തുറക്കാൻ ഇവന് പേടിയാണ്. പേടി വരാൻ കാരണം മനസ്സിലായോ? ചക്രവർത്തിയുടെ കയ്യിലാണ് വന്നിരിക്കുന്നത്. പുറത്താക്കുകയാണോ അകത്താക്കുകയാണോ ഒന്നും അറിയാൻ പറ്റില്ല. ഭയം. ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് അനുസരിച്ചാ ഇതിനകത്ത് എഴുത്തു വരുന്നതെന്ന്. ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുന്ന കണ്ടു. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭാവിയുടെ ഭാഗതയങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥച്ചുരുൾ പിടിച്ചുകൊണ്ടാണ് ദൈവം അവിടെ ഇരിക്കുന്നത്. ഇരിക്കുന്നവൻ ഇതും കൈ പിടിച്ചുകൊണ്ടിരിക്കെ ജീവികളുടെ നാലിന്റെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വന്നു. ഈ പുസ്തകം തുറക്കാൻ, ഇതിനെ മുദ്ര ഭേദിക്കാൻ യോഗ്യൻ ആരുള്ളൂ? അപ്പോൾ ഇത് തുറക്കാൻ ഒറ്റ മനുഷ്യനെയും കണ്ടില്ല. നമ്മൾ യോഗ്യന്മാരാന്ന് പറഞ്ഞില്ല നടക്കുക. ഈ പുസ്തകം തുറക്കാൻ സ്വർഗത്തിൽ ഭൂമിയിൽ എവിടെയും ഒരുത്തനെയും കണ്ടില്ല. യോഹന്നാൻ കരഞ്ഞു എന്ന് എഴുതിയിരിക്കല്ലേ? എന്നായിരിക്കും കരഞ്ഞേ? ഇത് പൊട്ടിച്ചെങ്കിലേ അതിലെ പ്രവചനം വായിച്ച് മുമ്പോട്ട് പോകാൻ പറ്റൂ. സഹായിക്കാൻ അത്യാവശ്യം ഒരാൾ വേണം. യോഹന്നാൻ കരഞ്ഞു. പാതി വഴിയിൽ ഇത് നിൽക്കുകയാണ്. അപ്പം മൂപ്പന്മാരിലൊരുത്തൻ എന്നോട് കരയണ്ട. ഒരു വിശ്വാസിയുടെ അവസാനത്തെ കരച്ചിലേക്ക് കാണുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ അല്ലേ? കരയണ്ട. യേശുവിനൊരു പേര് പറയുക, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. പ്രയോഗം ഉണ്ടോ കർത്താവിനെ കുറിച്ച്? സിംഹവും, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. സ്തോത്രം. അതൊക്കെ പറഞ്ഞ മണിക്കൂറിൽ പറയാനുള്ളതാണ്. തൽക്കാലം അവിടെ നമുക്ക് വിടാം. പക്ഷെ ഒരു കാര്യം, യോഹന്നാൻ നോക്കുമ്പോൾ വേരുമല്ല കണ്ട, സിംഹത്തെ അല്ല, ഒരു കുഞ്ഞാടിനെ. ശരിയല്ലേ? മറ്റേ പുള്ളി പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞേ? കക്ഷിക്കിത് ഭയം ജനിപ്പിക്കുന്ന സിംഹമാണ് ക്രിസ്തു. ചരിത്ര വൈദ്യങ്ങൾ തേടിപ്പോയാൽ ജഡപ്രകാരം ക്രിസ്തു ജനിച്ചത് യഹൂദാ ഗോത്രത്തിൽ, ദാവീദിന്റെ വേര്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ ജയമെടുത്ത കുഞ്ഞാട്. അത് പുതുനിയമസഭയ്ക്ക് ഒരേ വ്യക്തി പുതുനിയമസഭയ്ക്ക് ദൈവ കുഞ്ഞാടാകുമ്പോൾ പഴയ വിഭക്തനും ചരിത്രത്തിനും വേരും സിംഹരാജാവുമായി രമിക്കുന്നു നമ്മുടെ കർത്താവ്.
സൗമ്യതയുള്ള കുഞ്ഞാട് മുറിവെറ്റവനായി നിൽക്കുന്നു. യുദ്ധക്കളത്തിൽ ഒരാൾ മുറിവെറ്റ് നിന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? ആള് ധീരനായിരുന്നു അതിൻ്റെ അർത്ഥം, അല്ലേ? ധീരനെ മുറിവേൽക്കുള്ളൂ. മനസ്സിലായില്ലേ? ധീരനാ മുറിവേൽക്കുന്നു. ധീരനിലോ മരണം വരാം, മുറിവേൽക്കാം. പക്ഷേ ഒരു സൈനികൻ കാർഗിൽ മേഖലയിൽ പോയി മുറിവെറ്റു എന്ന് കണ്ടാൽ ഇന്ത്യ മുഴുവൻ അവൻ്റെ മുമ്പിൽ നമിക്കും. ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ അജയ് യഹൂജ എന്ന് പേരായ ഒരു സൈനികൻ മരിച്ചു. അന്ന് വാജ്പേയിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. വാജ്പേയി എന്നല്ല, ഹിന്ദി കവിത എഴുതുന്ന മനുഷ്യനായിരുന്നു, വായനാശീലമുള്ള ആളായിരുന്നു. ഉജ്ജ്വല പ്രസംഗമാണ് ഈ ഹിന്ദിയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ. മനസ്സിലായോ? ഭാഷം പരേഡുകാർ നടക്കുന്ന പോലെ ഉടുപ്പും മാറി കണ്ടയിലെല്ലാം യാത്ര ചെയ്തു പോകുന്ന ആളല്ല. അയ്യവും ബഹനോ, മനസ്സിലായല്ലോ? കാര്യങ്ങൾ അറിയാതെ നമ്മൾ ഉള്ളല്ലോ പറയണ്ടേ. അദ്ദേഹം ഈ മൃതശരീരം കൊടുത്തു വിടുന്ന കൂടെ ഒരു കുറിപ്പും കൊടുത്തു വിട്ടു അവിടെ ചെന്ന് വായിക്കാൻ. മൃതശരീരം വെച്ചിട്ട് സൈനികർ ബഹുമതിയെല്ലാം കൊടുക്ക്. ഈ ബോഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേശീയപതാക എല്ലാം പുതപ്പിച്ച് ഇട്ടിരിക്കുക. ജയ് യഹൂജയുടെ ഭാര്യ അടുത്ത് നിർത്തി, മകനെ അടുത്ത് നിർത്തി. അദ്ദേഹം പറഞ്ഞു, ഭവതി, ഈ രാജ്യം നിങ്ങളുടെ സേവനത്തിൻ്റെ മുമ്പിൽ നമിക്കുന്നു, ഞാനും. എന്നിട്ടറിയാം, ഇന്ത്യയുടെ ദേശീയ പതാക മുതപ്പിച്ച മൃതശരീരം നിങ്ങളൊരൽപ്പം മാറ്റി ആ പതാക താഴേക്ക് മാറ്റുമ്പോൾ നിന്റെ ഭർത്താവിൻ്റെ നെഞ്ചിൽ ശത്രു നിർപ്പിച്ച ഒരു വലിയ ദ്വാരം കാണാം. ആ ദ്വാരം കാണുമ്പോൾ ഓർക്കണം, നിന്റെ ഭർത്താവിന് വെടിയേറ്റത് പുറത്തല്ല, നെഞ്ചിലാണ്. പുറത്തായിരുന്നു വെടിയേറ്റതെങ്കിൽ അദ്ദേഹം പിന്തിരിഞ്ഞോടിയ ഒരു ഭീരുവാണ്. നീവരെ നിന്ന് വെടിയേറ്റതിൻ്റെ അർത്ഥം അദ്ദേഹം യുദ്ധമുഖത്ത് ചീറിപ്പാഞ്ഞു വരുന്ന ശത്രുവിൻ്റെ സൈന്യത്തെ കണ്ടപ്പോൾ നിന്നെയല്ല, നിന്റെ മകനെയുമല്ല ഓർത്തത്, 110 കോടി ഇന്ത്യൻ ജനതയെ. 110 കോടി ഇന്ത്യൻ ജനതയുടെ അഭിമാനത്തിൻ്റെ മുറിവാകുന്നു. ഇതുപോലെ നമുക്കും മുറിവെറ്റൊരുത്തനെ കാണാം. അത് 110 കോടിയുടെ അല്ല, എക്കാലഘട്ടത്തിലെയും മനുഷ്യരാശിയുടെ പാപത്തിനെതിരെയുള്ള പോരാട്ട വീര്യം ത്യജിച്ച മുറിവാണ് അവൻ്റെ തിരുശരീരത്തിലെ മുറിവ്. ആ മുറിവെറ്റ കുഞ്ഞാട് ജയം പ്രാപിച്ചിരിക്കുന്നു. ആ കുഞ്ഞാടായി വരുന്നേ. അവൻ വന്നു, ഈ പുസ്തകച്ചുരുൾ വാങ്ങി. അങ്ങനല്ലേ? ഈ കുഞ്ഞാട് പുസ്തകച്ചുരുൾ വാങ്ങിയപ്പോൾ ആഹ്ലാദപൂർവം അവിടെ വലിയൊരു ആഘോഷം നടക്കുക. എല്ലാവരും മൂപ്പന്മാരും സകല പുല്ലിൽ എഴുന്നിട്ടെന്ന് വിളിച്ചു പറയാ, അറുക്കപ്പെട്ട കുഞ്ഞാടേ, നിനക്ക് മഹത്വം. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞാൻ പറയാറുണ്ട്, ഭൂമിയിലെ പല പാട്ടും സ്വർഗത്തിൽ ആവശ്യമില്ല. ഭൂമിയിലെ പല കാര്യവും സ്വർഗത്തിൽ വേണോ? അതാ ഞങ്ങൾ പറയുന്നത്, സഭ എടുക്കപ്പെടുന്നത് വരെ പ്രവചനപരമുണ്ട്, എടുക്കപ്പെടുന്നത് വരെ വന്യഭാഷയുണ്ട്, എടുക്കപ്പെടുന്നത് വരെ രോഗശാന്തിയുണ്ട്. കാരണം മനുഷ്യൻ അംശമായി അറിയുന്നുള്ളൂ. പൂർണ്ണ അറിവ് ഇപ്പൊ കിട്ടുമോ? കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണ അറിവ് കിട്ടുകയല്ലേ? വേണ്ട അറിവ് അത് ലിമിറ്റഡാണ്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ളത് അല്ലേ, നമുക്ക് കിട്ടും. അപ്പം അതുവരെ ഈ കൃപാവരങ്ങളെല്ലാം സഭയ്ക്ക് കൊടുത്തേക്കുന്ന. അപ്പോൾ അതുവരെ ഈ കൃപാവരങ്ങളെല്ലാം വേണം. നമ്മൾ അംശമായി ഇപ്പം അറിയുന്നേ. പ്രവചനം വേണം, എല്ലാ വരങ്ങളും വേണം. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രവചനം വേണം. നമ്മളെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരാൾ അന്യഭാഷയിൽ നമ്മളോട്, മകനെ, ഇന്ന് പകൽക്കാലം നിന്നോട് ഞാൻ അറിയിക്കട്ടെ, നിന്റെ വിചാരം പോടാന്ന്. ഇവിടെ അറിയിക്കേണ്ടത് ഇപ്പൊ ഭൂമി വെച്ച് അവിടെ ചെന്നിരുന്നതുപോലെ അറിയണോ? പിടികിട്ടിയോ?
എന്താ വേണ്ടെന്ന് പറയാൻ കാരണം? പ്രവചനത്തെ നിരാകരിച്ചതല്ല. എടാ, പ്രവചനങ്ങളുടെ പൂർണ്ണതയായവനെ ഞാനിങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മുഴുവൻ സ്രോതസ് എന്റെ കൈ കിട്ടിയെന്ന്. വെളിപ്പാടിന് കാരണഭൂതനെ ഞാനിങ്ങനെ ആലിംഗനം ചെയ്യാൻ പാകത്തിന് എൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ഇതൊന്നും വേണ്ട, നന്ന് വരെ ഈ കൃപാവരങ്ങളെല്ലാം സഭയ്ക്ക് വേണം. സകല കൃപാവരങ്ങൾ ഒന്നും പിൻവലിച്ചിട്ടില്ല. തോന്നോ? ഈ പോകുന്ന വഴിക്ക് കുറേ പിൻവലിച്ചു. ഞാൻ ചോദിച്ചത് രണ്ടായിട്ട് വെട്ടിമുറിക്കാനുള്ള വാക്യം ഏതാ? ഏത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് വെട്ടിമുറിക്കുന്ന? വചനം പറയണം, ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഒരു സഹോദരനോട് പറഞ്ഞാൽ ഡിബേറ്റിൽ കണ്ടു കാണും. ബൈബിള് വരുമ്പോൾ ഇതെല്ലാം നിലച്ചുപോയി. ഞാൻ ചോദിച്ചു, അത് ബൈബിള് ക്രോഡീകരിച്ചപ്പോഴാണ്? യോഹന്നാൻ വെളിപ്പാട് എഴുതി കഴിഞ്ഞാണോ? അതൊക്കെ പുസ്തകങ്ങളാക്കി സഭയുടെ ചെന്നപ്പോഴാണ്? ഏതെങ്കിലും ഒന്ന് പറയണ്ടേ? ഇതൊന്നും പറഞ്ഞ് ഏക്കുകയല്ല. എന്താ കാര്യം? ഇവ തങ്ങളിൽ 100 കൊല്ലത്തെ അകലമുണ്ട്. ഇനി എന്ന് ആലോചിക്കുക. അല്ല പ്രിന്റ് ചെയ്തപ്പോഴാണ് കുട്ടിക്കോ? അല്ലെങ്കിൽ ഇങ്ങോട്ട് എഴുതി യോഹന്നാൻ അങ്ങോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയും ആസിയിലെ സഭകളെല്ലാം ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രവചനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ പേജ് എഴുതി ആമേനെന്ന് എഴുതിയപ്പോൾ കരണ്ട് പോകുന്നല്ലോ ഏതോ ഒരു സഭ സംഭവം. എന്താ സംഭവം? കൃപാവരങ്ങൾ പോയി. എന്താ കാര്യം? ആ ബൈബിള് തീർന്നെന്ന് എഴുതി. മനസ്സിലായോ? അല്ല, കാര്യം മനസ്സിലായോ? തെളിവോടുകൂടി കാര്യങ്ങൾ ഒത്തിരിക്കണമെന്നോ? അതിന് അധികം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തെളിവ് വെക്കണം. പണങ്ങിയൊന്നും പറയില്ല. ഞാൻ ആരോടും പടക്കമുള്ള ആളൊന്നുമല്ല. തെളിവല്ല അതൊന്നും. സ്തോത്രം. സകല എന്ന് പറഞ്ഞ് ഇത് ലൈസൻസ് ഇല്ലാതെ കാണിക്കുന്ന പരിപാടിയൊന്നുമല്ല നമ്മൾ അംഗീകരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് നാട്ടിൽ വരുമ്പോൾ 300-ന്റെ ഒരു ഇന്ത്യൻ റുപ്പി കണ്ടിട്ടുണ്ടോ? ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കൂ. മനസ്സിലായോ? അതിന്റെ മറവിൽ ഇത് വിടാൻ പറ്റുള്ളൂ. വ്യാജ പ്രവചനം ഒറിജിനൽ പ്രവചനത്തിന്റെ കൂടെ പോകത്തുള്ളൂ. സ്തോത്രം. കർത്താവ് പറഞ്ഞു കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒറിജിനൽ പ്രവാചകനുണ്ടല്ലേ കള്ളപ്രവാചകന് മാർക്കറ്റുള്ളൂ. പിടികിട്ടിയോ? കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കാൻ പറഞ്ഞാൽ അത് നമുക്ക് മാത്രം ബാധകമാണ്. കാരണം നമ്മൾ ഈ പ്രവചനം വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ മാത്രം സൂക്ഷിച്ചാൽ മതി. ശരിയല്ലേ? ഇതൊന്നും വിശ്വസിക്കാത്തവൻ ആ വാക്യം ആപ്റ്റാണ്. പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? ഇനിയും പോട്ടെ, തിരിച്ചു വരാം. 5-ാം അധ്യായത്തിൽ കുഞ്ഞാട് ഗ്രന്ഥഭേദനം നടത്തി അല്ലേ? 5-ാം അധ്യായം മനസ്സിലായോ നന്നായിട്ട്? ഇനി 6-ാം അധ്യായത്തിലേക്ക് പോകണേ. 6-ാം അധ്യായത്തിൽ ഈ ഗ്രന്ഥത്തിന്റെ ഓരോ ഭാഗം പൊട്ടിക്കുക, സീൽ, ഈ മുദ്ര ഭേദിക്കുക. പണ്ടത്തെ നമ്മുടെ ഇല്ലണ്ടില്ലേ അതുപോലെ. ഓക്കെ, ഇത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. 6-ാം അധ്യായത്തിൽ 6 മുദ്രകളാണ് പറയാൻ പോവാണ്. ഇക്കാലും കാര്യം മനസ്സിലാകുന്നുണ്ടോ? എനിക്കൊരു പേടിയില്ലാതില്ല, വെടിയിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒരു ആശങ്ക ഇല്ലാതില്ല. അപ്പോൾ 1-ാം മുദ്ര പൊട്ടിച്ചു. വായിച്ചു. ഈ വ്യാഖ്യാന കൃതികളൊക്കെ നോക്കിയാലേ ഇതിനൊരു മറുപടി പറയത്തില്ല. ഇതിനെപ്പറ്റി പറയുന്നത് എന്തിനാണ് ഈ ജീവി ഇത്ര കൊച്ചപ്പാടെടുത്ത് വിളിക്കുന്നത്? ശരിയല്ലേ? നമ്മൾ ഈ പിണങ്ങി വിളിക്കുന്നതും അല്ലാതെ വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ശബ്ദം. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അമ്മ വിളിക്കുന്ന, ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതും അനുസരണക്കേട് കാണിക്കാൻ വിളിക്കുന്നതും രണ്ടും ഉച്ചത്തിലല്ലേ? മോനേന്ന് പതുക്കെ മോനെ ഉച്ചത്തിൽ വിളിച്ചതിൻ്റെ അർത്ഥം എന്താ? ഗൗരവമുള്ള എന്തോ കാര്യമുണ്ട്. അങ്ങനല്ലേ? അപ്പൊ ഈ വിളി ശ്രദ്ധിക്കണമെന്ന് 4 ജീവികളിൽ 1, അത് 1-ാം ജീവിയാണ് തെളിയുന്നത്. ബാക്കി 2-ാം ജീവി 3-ാം ജീവിയും താഴോട്ട് കിടപ്പുണ്ട്. അപ്പൊ 1-ാം ജീവിയായ സിംഹം എങ്ങനെ വിളിച്ചെന്ന വായിച്ചു? അല്ല, എന്റെ മുമ്പിലെ വാക്യം ഒന്നുകൂടെ. ഈ ഇടിമുഴക്കം പോലെ, അതിന്റെ ആ അളവ് നോക്കണം. ഈ ഇടിമുഴക്കം പോലെ പറയണമെങ്കിൽ സംഗതി കയറും. വരിക എന്ന് 1-ാം ജീവി വിളിച്ചു, സിംഹമുഖമുള്ള ജീവി വിളിച്ചു. വരിക, അല്ലേ? അപ്പോൾ എന്തു പറ്റി? അപ്പൊ ഒരു വൈറ്റ് ഹോഴ്സ്, അതിലൊരാളിരിക്കുന്നു. ഒരു വെള്ള കുതിരയുടെ പുറത്തൊരാളിരിക്കുന്നു. നമ്മളൊരാളിത് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടതാണ്.
വെള്ളക്കുതിര കോൺഗ്രസ്, അതിന് മീതെ ഒരുത്തൻ ഇരിക്കുന്നു, അത് കേരള കോൺഗ്രസ് ആണ്. ഓരോ വ്യാഖ്യാനം പോകുന്ന പോക്കേ ആ PC ഓറിങ്ങാനും കേൾക്കാനേ ഭാഗ്യമായി. ഓട്ടെ, അല്ലെ വെള്ളം എല്ലാം കണ്ടപ്പോൾ ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ, വെള്ളം നമ്മളെ കാണിക്കുന്നൊക്കെ പറയുന്നുണ്ടാവുണ്ടാ. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളക്കുതിരയെ കണ്ടു, അതിന്മീത് ഒരുത്തനിരിക്കുന്നു, അവൻ്റെ കയ്യിലൊരു വില്ലുണ്ട് അല്ലേ. അത് നമുക്ക് കുതിരകളെ ഒന്ന് പരിചയപ്പെട്ടു പോവാം. ഇനി രണ്ടാമത്തെ കുതിര ഒന്ന് വായിച്ചേ. ആ ആ ആ ആ അധികാരം ലഭിച്ചു. ഇനി മൂന്നാം കുതിര കേട്ടു. ആ ഒരു പണത്തിനാണ്. ആ ആ ആ ആ ആടോടങ്ങ് വായിച്ചു. നാലാം ജീവി. ആ അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേ. ആ ആ ആ അങ്ങനെ വിളറിയത് അല്ലേ. ആ മതി മതി മതി. ഗ്രീക്കിൽ വായിച്ചാൽ ക്ലോറോസ് എന്ന് കാണാം. ക്ലോറോസ്, ക്ലോറോഫിൽ, ക്ലോറോസ് എന്നൊക്കെ പറഞ്ഞെന്താ, ഹരിതവർണ്ണം കൊടുക്കുന്ന അതല്ലേ ചെടിക്ക്. ആ ഇതാ കണ്ടത്. ചില പരിഭാഷ KJV-യിലൊക്കെയാണ്. അതേതാ പരിഭാഷ? ആ ആ ചിലതിൽ പെയിൽ ഗ്രീൻ എന്ന് കിടക്കുന്നു, വിളറിയ പച്ച. അപ്പം പച്ച സ്ട്രെസ് ചെയ്യണം കേട്ടോ, ആവശ്യമുണ്ടെന്നാണ്. പച്ച വിളറിയ മഞ്ഞയാകും അല്ലേ. ആ അപ്പോൾ സംഭവം ശരിയാണ്. എന്നാൽ ഈ 4 കുതിരകളെയും അതിൻ്റെ നിറം ഒന്ന് പഠിക്കണം, വിളിച്ച 4 ജീവികളെയും പഠിക്കണം. അപ്പോൾ ഒന്നാം മുദ്ര പൊട്ടിച്ചു അപ്പോൾ ഒന്നാം ജീവിയായ സിംഹം പറഞ്ഞു വരിക, വന്നത് വെള്ളക്കുതിര. രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വന്നത് കാള, ചുവന്ന കുതിര വന്നു. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വന്നത് മനുഷ്യമുഖമുള്ള ജീവി, വന്നത് കറുത്ത കുതിര. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വിളറിയ പച്ചക്കുതിരയെ കണ്ടു, വിളിച്ചത് കഴുകൻ. ശരിയല്ലേ? ഇത് മനസ്സിൽ നിന്ന് പോരുത്, അവിടെ ഇരിക്കട്ടെ. ഇതിലെ പഠനം നടക്കുള്ളൂ, ശ്രദ്ധിക്കണം. നമുക്കിവിടെ പറഞ്ഞു നിർത്താം. അപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇരിക്കും, എളുപ്പമാവും. അതായത് ഇതിനെപ്പറ്റിയുള്ളൊരു പരമ്പരാഗത വ്യാഖ്യാനം, അതിലെ തെറ്റി ഞാൻ പിന്നെ പറയാം. ആദ്യം അവർ പറയുന്നത് മനസ്സിലാക്കണമല്ലോ. എതിർ ക്രിസ്തു എന്നൊരുവൻ സമാധാന കാക്ഷിയായി വരും. സമാധാനമായിരിക്കും പറയുന്നത്, പക്ഷേ അവൻ സമാധാനവും തരികയില്ല. അവൻ്റെ നയമെല്ലാം മാറും. അതായത് വെള്ളക്കുതിരയുടെ പുറത്ത് വെള്ള സമാധാനം, അതിലൊരുത്തം വരുന്നു, സമാധാനം പറയും. അവൻ ആയുധം കയ്യിലുണ്ട്, പക്ഷെ വലിയ വീര്യമുള്ള ആയുധമൊന്നും അല്ല. അതാണ് വില്ല് മാത്രമേ ഉള്ളൂ, അമ്പുള്ളതായിട്ട് കാണുന്നില്ലെന്ന്. ഇനി അവൻ അങ്ങനെ വന്ന് 3.5 കൊല്ലം പ്രശ്നമൊന്നുമില്ലാതെ ലോകത്തെ ഭരിക്കും, അമ്പൊന്നുമില്ല. പെട്ടെന്ന് അവൻ്റെ സ്വഭാവം മാറും. അവൻ രക്തരൂക്ഷിത വിപ്ലവം അഴിച്ചുവിടും, അതാ ചുവക്കുന്നത്. അത് കഴിഞ്ഞാലുള്ള അവൻ വിപ്ലവം ശക്തിപ്പെട്ടു, പകരം പുറകെ പട്ടിണി വരും, അപ്പൊ കറുത്തു, പിന്നാലെ മരണം. ഇതാണ് ഒരു പരമ്പരാഗത പഠനം. എൻ്റെ പഠനം ആ വഴിക്കല്ല, അതുകൊണ്ട് ഞാൻ അവരെ കൂടുതൽ വിമർശിക്കുകയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന 1-2 കാരണങ്ങളാൽ എന്നെ കണ്ണിക്കാം. ഒന്ന്, ഒരു കുതിരയ്ക്ക് വരുന്ന 4 മാറ്റമല്ല, ആർട്ടിക്കിൾ മാറുന്നു, മറ്റൊരു കുതിര പുറപ്പെട്ടു, സെയിം അല്ല. ഒന്നത്. 2, ഈ പറയുന്ന സംഭവങ്ങൾ ഇതര വാക്യങ്ങൾ വെച്ചും തെളിയിക്കാൻ വയ്യ. കാരണം ഇതൊരു പ്രധാന കാര്യമാണ് പറയുന്നത്. ഹിസ്റ്റോറിക്കലാണെങ്കിലും കുഴപ്പമില്ല, ഹിസ്റ്റോറിക്കലാകാം, ഹിസ്റ്ററി റെഫറൻസ് ഉണ്ടാവും. ഹിസ്റ്ററിയിൽ പറയപ്പെടുന്ന സംഭവം ശരിയായിരിക്കണം. ഇതല്ല, ഇത് ക്രിസ്തുവിനെ പറ്റി ആണെങ്കിൽ അതിന് കൃത്യമായി ഇതര വാക്യങ്ങൾ വെച്ച് അവൻ സമാധാനം എന്ന് പറയുന്ന ആളായിരിക്കണം. ആക്ച്വലി അങ്ങനല്ല.
മാത്രമല്ല എതിർ ക്രിസ്തു എന്നൊരാളെ മാത്രമായിട്ട് കാണുന്നത്, എതിർ ക്രിസ്തുക്കൾ അതിനൊരു തലവനുണ്ട്, ഒരു പ്രധാനമുണ്ട്. പക്ഷെ എതിർ ക്രിസ്തുക്കൾ എന്ന ബഹുവചനം കാണാതെ ഇരിക്കരുത്. ഇനി അടുത്തത് ഇവിടെ പറയുന്നുണ്ട്, അതിൽ അമ്പ് മാത്രമേ ഉള്ളൂ, വില്ലില്ലെന്നാണ്. വില്ലുണ്ട്, അമ്പില്ല, ചെയ്യുന്ന സാധനം ഇല്ല. തോക്കുണ്ട്, പക്ഷേ അതിൽ തിരയില്ലെന്ന് പറഞ്ഞല്ലോ അല്ലേ? അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ ഒരാളോട് പറഞ്ഞു, പുതിയ ക്ലാസ്സിലെത്തപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, വില്ലെന്ന് പറഞ്ഞാൽ മതി, അതിനകത്ത് അമ്പുണ്ട് അല്ലേ? വില്ലെന്ന് പറഞ്ഞാൽ അമ്പുണ്ടെന്ന് പിടികിട്ടിയില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അത് ഊഹിക്കല്ലേ, അങ്ങ് ഇല്ലാത്ത കാര്യം നമ്മൾ ഊഹിക്കണം. ഞാൻ പറഞ്ഞു വേണം, അല്ലെ വരുന്നതിൻ്റെ കുഴപ്പം കേട്ടു. യോഹന്നാൻ ഒട്ടകരോമങ്ങളുടെ ഉടുപ്പ്, അരയിൽ തോൽവാറ്, പാൻറിട്ടതായിട്ട് ബാക്കിയില്ല. അല്ല ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ വേണ്ടേ? കാര്യങ്ങൾക്കും എല്ലാത്തിനൊരു ഒരു ഓർഡർ വേണ്ടേ? ഒട്ടകരോമങ്ങളുടെ ഉടുപ്പ്, അരയിൽ തോൽവാറ്, പാൻറില്ല, സൂട്ടും ഒന്നുമില്ല. ഇനി അതും പോട്ടെ, അതിലും അപകടമുണ്ട്. അക്ഷരാർത്ഥത്തിൽ എത്താലേ പത്രോസ് സംസാരിപ്പാൻ വായ തുറന്നു, അടച്ചതായിട്ട് ബാക്കിയില്ല. ആ ഇരിപ്പ് അവിടെ ഇരുന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? ഇങ്ങനെ എത്ര ഞാൻ തരണം? മനസ്സിലായില്ലേ? ഇനിയും വേണം ഇതുപോലെ. പോട്ടെ, നമ്മളെ നേരം കളയണ്ട. പാമ്പിനകത്ത് വില്ലുണ്ട്, യുദ്ധായുധം അത്ര ഉള്ളത് അല്ലേ? ഇനി തിരിച്ചു വരാം. നമുക്കാദ്യം ഇതിനെ പഠിക്കാം. ഈ വ്യാഖ്യാതാക്കളാരും ഈ ജീവികളെ പരിഗണിക്കാതെ വിട്ടിരിക്കുക. അവയുടെ ഒച്ചപ്പാടൊന്നും പരിഗണിച്ചിട്ടില്ല. ഇത്രയും ശബ്ദം എടുക്കണേ, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഒന്നാം ജീവി വിളിച്ചു വെള്ളക്കുതിര, രണ്ടാം ജീവി വിളിച്ചു ചുവന്ന കുതിര, മൂന്നാം ജീവി വിളിച്ചു കറുത്ത കുതിര, 4 വിളറിയ പച്ചക്കുതിര അല്ലെ മഞ്ഞ. അങ്ങനെ ആയിക്കോട്ടെ. ഞാനിതിനെ കാണുന്ന എൻ്റെ പഠനങ്ങൾ ദീർഘനാളുകളിലെ ചരിത്രാന്വേഷണങ്ങളിലൂടെയാണ്. അനേക നാളുകളിൽ എൻ്റെ ചരിത്ര പഠനം ആദ്യമല്ല സെൽഫ് സ്റ്റഡി ആയിരുന്നു. അതിനോട് നമ്മുടെ കാലടി സർവകലാശാലയിലെ ഡോക്ടർ ഓമനാറസൽ എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് ഇത് പഠിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, നീ പോയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ പറഞ്ഞ് പുള്ളിക്കാരി റിസ്ക് എടുത്ത് എനിക്ക് ബുക്കെല്ലാം അയച്ചു തന്ന് ഞാനൊരു PG ചെയ്തു ഹിസ്റ്ററിയിൽ. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല, എൻ്റെ ചരിത്രാന്വേഷണങ്ങൾ, എൻ്റെ പഠനങ്ങൾ തന്ന ഒരറിവുണ്ട്, ഒരു ബോധ്യമുണ്ട്. അത് ബൈബിളുമായിട്ട് കമ്പയർഡാണ്. പല സംഭവങ്ങൾക്ക് ചരിത്രത്തിൽ എനിക്ക് കൃത്യം അതിൻ്റെ പോയിന്റ് കിട്ടി. നിങ്ങളായിട്ട് പങ്കിടുകയാണ്, ശ്രദ്ധിക്കണം. നിങ്ങൾ പിന്നെ ഇതൊന്നും വിശ്വസിക്കണമെന്നില്ല. ഇത് ശരിയാണോ എന്ന് മനസാക്ഷിയിൽ പരിശോധിച്ച് അംഗീകരിച്ചാൽ മതി. അല്ല ഞാൻ ആത്യന്തിക വിധികർത്താവൊന്നുമില്ല ഇക്കാര്യത്തിൽ. These are my suggestions only. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡധാരണം ഓർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് നമുക്കറിയാലോ. പണ്ട് ആ യേശു ഭൂമിയിൽ ജനിക്കാനായി 4 സാമ്രാജ്യ ശക്തികൾ വഴിയൊരുക്കി. അറിയാലോ, ഞാൻ പറഞ്ഞു, ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോം. ഓരോ രാജ്യങ്ങളും വഴിയൊരുക്കി. അതായത് ഓന്നാ പറയാ, കർത്താവിന്റെ പാത ഒരുക്കുവീൻ, വഴിയൊരുക്കുവീൻ. കാലം തികഞ്ഞു എന്ന് പറഞ്ഞത് വന്നപ്പോ അത് നേരെ പുറയിൽ കുത്തി. കാലം അതിന്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, കംപ്ലീറ്റ് ആകാൻ തുടങ്ങുന്നു. എന്താ കാര്യം? ഇന്ന് ലോകത്തെ ഏറ്റവും നല്ല റോഡുകൾ, ഏറ്റവും നല്ല ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ജീവിത സൗകര്യങ്ങൾ, വീണ്ടും ലോകം ഒരു ഭാഷയ്ക്ക് കീഴിൽ. ഇത് പറഞ്ഞ ഇന്നലെ നമ്മൾ പിരിഞ്ഞ് എന്തിനാ? ഇത്രയും രാജ്യത്തിന്റെ സുവിശേഷം മുഴുലോകത്തോടും പ്രസംഗിക്കും. അപ്പോൾ യുഗാവസാനം വരും. ലോകാവസാനം എന്നുള്ള തെറ്റാണ്, യുഗാവസാനം. ഓക്കെ, ഈ ലോകം എത്ര വേഗത്തിൽ നമ്മുടെ കൺമുമ്പിൽ വളർന്നല്ലേ? നമ്മൾ സ്വപ്നം കാണാൻ കഴിയാത്തൊരു നിലയിലേക്ക് വളർന്നു. എന്തൊരു വേഗത! ഈ ലോകത്തെ ഇങ്ങനെ ആക്കി തീർക്കാൻ ഇന്നത്തെ ലോകത്തിൻ്റെ പുരോഗതിയുടെ പിന്നിൽ യേശുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം അന്തർലീനമായി കിടപ്പുണ്ട്. ഇന്ന് അന്നത്തെ പോലെ ഒരു 4 വേൾഡ് പവേഴ്സ് ഒരുങ്ങിയത് കൊണ്ടാണ് ലോകം ഇതുപോലാണ്. ചിലർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, ചിലർ നടന്നു കഴിഞ്ഞു. അതിലേക്ക് വരിക.
നമുക്കറിയാം. ഈ ലോകത്ത് ഇംഗ്ലീഷ് ഭാഷ വന്നു, ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ വന്നു, ആരോഗ്യ ശാസ്ത്രരംഗം വിജയിച്ചു. എല്ലാ തരത്തിലും ലോകം അതിൻ്റെ വികാസ പരിണാമങ്ങളുടെ ഉത്തുംഗ ശ്രേണിയിൽ നിൽക്കുകയാണ് ഡെവലപ്മെന്റ്സിന്റെ. ഇനി അതങ്ങ് മുമ്പോട്ട് പോത്തേ ഉള്ളൂ, അതിലൊരു ഗ്രോത്ത് ഉണ്ടാകത്തേ ഉള്ളൂ, അതും വേഗത്തിലായിരിക്കാം. ഈ ലോകത്തെ ഇങ്ങനെ ആക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് വൈറ്റ്സാണ്, വെള്ളക്കാരാണ്. സംശയമുണ്ടോ? വെള്ളക്കാരാണെന്ന് ഈ ലോകത്തെ ഇത്ര ആധുനികവൽക്കരിച്ചതെന്ന്. അവനെ 100 കുറ്റം പറയുമ്പോഴും സഖാക്കളടക്കം അങ്ങോട്ടാണ് പോകുന്നത് ചികിത്സയ്ക്കുമൊക്കെ. കാഫീറുകൾ 100 വട്ടം അവിടെ കിടന്ന് വിളിച്ചിട്ട് അഫ്ഗാനിലേക്കല്ല ചിലർ പോകുന്നത്, UK USA കുടിയേറുന്നത്. കാരണം ആധുനികവൽക്കരിച്ചത് അവനാണ് ലോകത്തെ. അവൻ പറഞ്ഞതല്ല സമാധാനമാണ്. പക്ഷെ ഒരു വലിയ കയ്യിലുണ്ട്, വേണ്ടി വന്ന് അടിക്കും. ആയുധം കയ്യിലുണ്ട്. ഇവനെ വിളിക്കുന്ന ജീവിയെ പരിചയപ്പെട്ടോ? സിംഹം. ഗ്രേറ്റ് ബ്രിട്ടന്റെ ചിഹ്നമാണ്, അറിയോ? സിംഹം ആ ഒരു കാലത്ത് ലോകത്തെ അടക്കി ഒതുക്കി ഭരിച്ചത്. സിംഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന കക്ഷികളാണ് അമേരിക്ക. ഇതെന്ന് പറഞ്ഞു പോയതാണ്. ദാനിയേൽ പ്രവചനത്തിലുണ്ട്, കഴുകൻ ചിറക് പറഞ്ഞു പോയിന്ന്. കഴുകൻ അതിൻ്റെ ചിഹ്ന അമേരിക്കയുടെ. ഇവിടുത്തെ തല്ലിപ്പുളി മനുഷ്യരെല്ലാം കൊണ്ട് തട്ടിയതാ ഓസ്ട്രേലിയ. ബന്ധം മനസ്സിലായോ? അപ്പോൾ ലോകത്തിലെ ഒന്നാമത്തെ പവർ വൈറ്റ്സിൻ്റെ പവറാണ്. സാമ്പത്തിക ശക്തി, ആയുധ ശക്തി, നമ്പർ 1 ലോകത്തിൻ്റെ അധികാരം വൈറ്റ്സിൻ്റെ കയ്യിലാണ്, ബ്രിട്ടൻ്റെ കയ്യിലാണ് പരോക്ഷമായിട്ട്. കേട്ടോ? ശരിയാണോ? ഹിസ്റ്റോറിക്കലി ശരിയാണോ? അതിലൂടെ നീക്കട്ടെ. ഈ ശക്തി ഇങ്ങനെ ലോകാധിപത്യം കയ്യാളി നിൽക്കത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ മറ്റൊരു ശബ്ദം കേട്ടു. ഒരു ചുവന്ന കുതിരയെ വിളിച്ച കക്ഷി ഒരു കാളമുഖമുള്ള ജീവി. ഇതൊക്കെ സ്വർഗത്തിലെ ജീവിയാ. പക്ഷെ ഭൂമിയിൽ നടക്കുന്ന ഏത് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസിലും അത്യുന്നതന്റെ കൺട്രോൾ അവന് ഇഷ്ടമുള്ളവർക്ക് രാജ്യത്തും കൊടുക്കുന്നു. വായിച്ചിട്ടില്ലേ? ഇതാ കാണണ്ടേ? കാള തൊഴിലെടുക്കുന്നവന്റെ പ്രതീകമാണ്, മുഖം ചുമക്കുന്ന ഇതിന്റെ പ്രതീകമാണ്. വണ്ടി വലിക്കുന്നതാണ് കാള വിളിച്ചപ്പോൾ കണ്ടോ വന്നത് ഒരു ചുവന്ന കുതിര. കാളയുടെ വിളി ആ ചരിത്രത്തിൽ സ്പന്ദിച്ചത് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കാൻ. 2 പവേഴ്സ് ഉണ്ടായി ലോകത്ത്, വൈറ്റ് പവറും റെഡ് പവറും. മനസ്സിലായില്ലേ? സാഹിബിന്റെ ജീവിതം മുഴുവൻ വെള്ളയാ, കുതിരയൊക്കെ വെള്ളയാ. മംഗോളിയനെ നോക്കിയോ? കൊടി ചുവപ്പ്, മൂടി ചുവപ്പ്, നിറം ചുവപ്പ്, അവനേ ചുവപ്പ്. കണ്ടോ റെഡ് പവറിനെ? കണ്ടോ? ഈ 2 ശക്തികൾ തമ്മിലുള്ള സംഘടനത്തിന് ലോകം വേദിയായപ്പോൾ നമ്മളൊരു കാര്യം കണ്ടു. 2 വേൾഡ് വാർ കഴിഞ്ഞപ്പോഴേക്ക് ആയുധ കമ്പോളത്തിൽ ഇവരങ്ങ് മത്സരിച്ചു. 1ഉം 2ഉം ലോകം. അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടം 45 years നമ്മുടെ മുമ്പിലുണ്ടായി. കോൾഡ് വാർ ഓർക്കുന്നുണ്ടല്ലോ? എന്തോ കോൾഡ് വാർ? അമേരിക്കയും തമ്മിൽ യുദ്ധമല്ലാത്തൊരു യുദ്ധസാധ്യത പോലൊരു തോന്നല് അല്ലേ? നമ്മുടെ നാട്ടിൽ പയ്യൻ എഴുതി കോൾഡ് വാർ എന്താ? അതിശക്തമായ തണുപ്പിൽ രാജ്യസ്നേഹികളായ ഇന്ത്യൻ പട്ടാളക്കാർ കാശ്മീരിന്റെ മലമടക്കളിൽ പ്രാണനെ അവഗണിച്ചുകൊണ്ട് അവർ നടത്തിയ യുദ്ധമാണ് ശീതയുദ്ധവും. പോട്ടെ, ഏതായാലും കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല, ചോര ചൊരിയുന്ന യുദ്ധമല്ല, യുദ്ധം പോലെ ഒരു പ്രതീതി. മനസ്സിലായോ? അവിടെ തെറിക്കാനൊന്നും പോകണ്ട. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല, ഏതാണ്ടൊരു വിഷയം പോലെ ചിലപ്പോൾ സ്ത്രീകൾ അത് നമ്മൾ മനസ്സിലാകുന്നവരെ മുഖമൊക്കെ നേരം ഈ നാദസ്വരം വായിക്കുന്ന ആളിൻ്റെ മുഖം പോലാവും. പ്രത്യേക ഉണക്കൊന്നുമില്ല. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പുറകോട്ട് നോക്കും അന്നേരം. മനുഷ്യൻ്റെ ഓരോ അടവുകളെ പാസന്മാരാണ്ട് കാര്യമുണ്ടോ?
ഞാനിത് പറയും എന്നോടല്ലെന്നുള്ളതല്ലേ അങ്ങോട്ട് തിരിയുന്നു. കോൾഡ് വാർ എന്താന്ന് മനസ്സിലായോ? വാറല്ല. പിന്നെ നമുക്കത് മനസ്സിലാകും. ഈ ചായ കുടിക്കുമ്പോഴൊക്കെ അറിയാം അത് ചെറിയ പണി കിട്ടും. അതെ, ഈ ചായയൊക്കെ എടുത്ത് വെച്ചിട്ട് ചായ എടുത്ത് വെച്ച് കാര്യം മിണ്ടുകയല്ല. നമ്മൾ കുടിക്കാൻ ചിലവ് തണുത്തൊരു വരുവാകുമ്പോഴത്തേക്ക് പറയും മിണ്ടാൻ ഞാൻ ചായ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പറയും. ഇതാ കോൾഡ് വാർ. യുദ്ധമില്ല, പക്ഷേ യുദ്ധം പോലൊരു സംഗതി. ഇതാണ് അമേരിക്കയും റഷ്യയും തമ്മിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഒരു ചേരിയിലും ഇല്ല, ഇതിനകത്തൊന്നും പോയി കൂടാൻ ഞങ്ങളില്ല. ആരാ? നെഹ്റു ആണ് നമ്മുടെ പ്രധാനമന്ത്രി. ഓക്സ്ഫോർഡിലെ ഡിഗ്രിക്കാരനാ. ഓക്സ്ഫോർഡിൽ നിന്ന് BA MA കഴിഞ്ഞ ആളാണ്. നെഹ്റുവിൻ്റെ കാര്യം ചെയ്തോ? നെഹ്റുവിനെ പറ്റി പഠിക്കണം. ഓക്സ്ഫോർഡിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ, കൊട്ടാര സമാനമായ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ 3-4 കാറ്, 4 കാറ് കിടക്കാന്ന്. ഇഷ്ടമുള്ള കാറെ കയറി പോകാം അന്നത്തെ കാലത്ത്. മനസ്സിലായില്ലേ? 28 റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത്. കിട്ടിയോ? ക്ഷമിക്കണം, ഞാൻ രാഷ്ട്രീയം പറയല്ല. ഈ രാഹുൽ ഗാന്ധിയുടെ പേരിലൊക്കെ സാമ്പത്തിക അഴിമതി പറയുന്ന മോശമാണ്. അദ്ദേഹത്തിനൊന്നും അതിൻ്റെ ആവശ്യമില്ല. കിട്ടിയോ? ഇന്നലെ ഉണ്ടായ പുത്തമണക്കാരല്ല അവർ. പെട്ടെന്ന് കാശുണ്ടായ സംഭവമൊന്നുമല്ല. 27 റെയിൽവേ സ്റ്റേഷൻ സ്വന്തം പറമ്പിൽ. ഇതിലെ വലിയ ധനാഢ്യനായിരുന്നു. ഇവിടുത്തെ വലിയ പുള്ളികളെക്കാൾ ഗംഭീരമായിട്ട് ജീവിച്ച ആളാണ് ഇവിടെ നെഹ്റു. ശരിയല്ലേ? ഇവിടുന്ന് പഠിച്ചു പോയ പുള്ളി. നല്ല തന്ത്രജ്ഞനാണ്, പൊളിറ്റീഷ്യൻ, നല്ല സ്ട്രാറ്റജിയുള്ള ഡിപ്ലോമസിയുള്ള ആൾ. ആധുനിക ഇന്ത്യ രൂപപ്പെടുത്തിയതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതല്ല. ഗാന്ധിജിയൊന്നുമല്ല, ഗാന്ധിജിക്കെതിരെ പറഞ്ഞല്ല. അത് ക്ഷമിക്കുമെന്ന് എനിക്കറിയില്ല. ഇന്ത്യക്ക് യാതൊരു പുരോഗതിയും ഗാന്ധിസം കൊണ്ടുണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം, നെഹ്റുവാണ് വിശാല വീക്ഷണത്തോടെ ഇന്ത്യ കണ്ടത്. അംബേദ്കർ നെഹ്റു ഒക്കെയാണ് ആ ഭരണഘടന നിർമ്മിച്ചതും അതിൻ്റെയൊക്കെ പിന്നിലെ ബ്രെയിൻ. ഗാന്ധിജി ആകട്ടെ അതേ സമയത്ത് സിമ്പിളായി ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഏറ്റവും സിമ്പിൾ. അതൊക്കെയാണെങ്കിൽ ആടിൻ്റെ പാലേ കുടിക്കുള്ളൂ. അറിയാമോ? ആടിൻ്റെ പാലേ കുടിക്കൂ. വളരെ ലളിത ജീവിതമാണ്. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ആടിനെ കൊണ്ടുവന്നു എന്നുള്ള ഇന്ത്യയിൽ നിന്ന്. എന്തൊരു സിമ്പിളാന്ന് ആലോചിച്ച്. ഇന്ത്യൻ ആടുകളെ ഇംഗ്ലണ്ടിൽ കൊണ്ട് വളർത്തി അതിൻ്റെ പാല് കറന്നു കുടിച്ചു എന്നുള്ളതാണ്. സൗത്ത് ആഫ്രിക്കൻ സമരത്തിൽ പങ്കെടുത്തു എന്ന് കുറ്റം ചുമത്തി ഇവിടെ വന്നിറങ്ങുമ്പോൾ ഇവിടെ പോലീസ് പിടിക്കുമെന്നറിഞ്ഞു. നാട്ടുകാരെ പുള്ളിക്കെതിരെ നിൽക്കുകയാണ്. ഇവിടെ വലിയ പ്രശ്നമാണ്. സത്യം മാത്രം ചെയ്ത് ശീലമുള്ള ഗാന്ധിജി പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പോലീസുകാരൻ്റെ ഷർട്ടും കൂട്ടുമൊക്കെ മേടിച്ചിട്ടുണ്ട്. നോട്ട് രക്ഷപ്പെട്ടു. സത്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്വയരക്ഷയുടെ കാര്യത്തിൽ അതൊക്കെ പോയി. അന്ന് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് യാത്ര കൊടുത്തിട്ടും പോകില്ല. ലോക്കലിലേ പോകുള്ളൂ. താഴെ ഇരുന്നേ പോകത്തുള്ളൂ. എല്ലാവരും കയറി വെടിവെക്കോ നശിപ്പിക്കുമോ എന്നറിയാൻ പേടിച്ച് ബ്രിട്ടീഷുകാർ കർഷകരുടെ രൂപത്തിൽ 8ഉം 10ഉം പോലീസുകാരെ അവിടെ ഇരുത്തും കൂടെ. ഗാന്ധിജി സിമ്പിളായി ജീവിക്കാൻ നാട്ടുകാരന് വന്നൊരു ചിലവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അധികം സിമ്പിൾ ആകരുത്. മനസ്സിലായോ? അധികം സിമ്പിൾ ആകരുത്. ചില ആളിനെ കണ്ടിട്ടില്ല, കഞ്ഞിയും കുടിക്കില്ല, കാപ്പിയും കുടിക്കില്ല, രോഗം ഉണ്ടാക്കുക, ആഹാരമൊന്നും കഴിക്കുക, ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് തിരുമ്മി ആ നോട്ടൂടെ കീറി. ചിലവർ അവിടെ ഒരു സാറുണ്ട്, പാവം, ഇത്രയും കാശുണ്ട്, ഇപ്പോഴും ഒറ്റ കൊണ്ട് കൊടുത്ത് പഴയ വീട്ടിൽ ചപ്പലിൽ ഇട്ട് നടക്കുക. ഇയാളെ കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ? ഇയാൾ സിമ്പിളായിട്ട് ആർക്കും ഗുണമില്ലെന്ന്. അതേസമയത്ത് വീട് വെച്ചാൽ 100-500 സിമെൻറ്റും വിൽക്കാം. കുറേ പേർക്ക് പണി കിട്ടി, കുറേ ടിപ്പർ ഓടി. ഒരു ഗുണമില്ലാത്ത ഇവൻ സിമ്പിളായിട്ട് എന്താ കാര്യം? വല്ല ഗുണമുണ്ടോ ആർക്കെങ്കിലും? നമുക്കിഷ്ടം ഇങ്ങനെയുള്ള മനുഷ്യർ എന്തുവാ? ആർക്കും ഒന്നും കൊടുക്കാതെ അതിനെ ഒറ്റ കൊണ്ട് കൊടുത്ത് കഷ്ടിച്ച് വഴിയെ നടക്കുന്ന ആളിനെ കൊണ്ട് സാറ് വളരെ മാന്യനാണ്, ഡീസൻ്റാണ്. നെഹ്റു ജീവിതം ഉപയോഗിക്കുന്ന മനുഷ്യനായിരുന്നായി പറഞ്ഞു വരുന്നത്. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പിടിയോ. അതാ വിവരമുള്ളവരുടെ ലക്ഷണമായിരുന്നു. ഗാന്ധിയുടെ നെഹ്റുവിൻ്റെ കൃതികൾ വായിച്ചിട്ടുണ്ടോ? ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമസി ഇനി പറയുന്നത്. അവിടെ നെഹ്റു എന്ത് ചെയ്തു? ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞു, ബ്രിട്ടീഷുകാർ കാര്യം പറഞ്ഞു. ഞങ്ങൾക്കൊരു രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ സൈന്യം ഞങ്ങളുടെയാണ്. കുറിച്ചിട്ടോളാൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ചെറിയ സൈന്യമാണ് ഇന്ത്യയുടെ. അങ്ങനെ ആയിരുന്നു പാകിസ്ഥാൻ കയറി തീർക്കുകയല്ലേ, ചൈന കയറി തീർക്കുകയല്ലേ. ഗാന്ധിജി ഇവരൊന്നും നടന്നില്ല. ഗാന്ധിസം പ്രാക്ടിക്കലും അല്ല. ഗാന്ധി ഫാനുകൾ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കരുത്. തിരിച്ചു വരാം. ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടതിലൊക്കെ വായിക്കണം.
ഭയങ്കര വർക്കുകളാണ്. പിന്നെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഉണ്ട് കേട്ടോ, വലിയ സ്കോളറാണ് ഇന്ത്യ അല്ലേ, നമ്മുടെ വളരെ കഴിവുള്ള മനുഷ്യനുണ്ടായിരുന്നു ഇന്ത്യയിൽ. എസ് രാധാകൃഷ്ണൻ, 10-20 PhD ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു, വലിയ സ്കോളറാണ്. എനിവേ ഇത്രയൊക്കെ ഒത്തിരി വലിയ ഫിഗേഴ്സിനെ ദാനം ചെയ്തൊരു രാജ്യമാണ്, കോൺട്രിബ്യൂട്ട് ചെയ്ത രാജ്യം നമ്മുടെ. ഏതായാലും ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങളിങ്ങനെ നിങ്ങൾ ജയിലിൽ കൂടി അടിക്കുകയാണ്, ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക്. നെഹ്റു ഊതിയൊരു സംഘടന തന്നെ ഞങ്ങൾ ഉണ്ടാക്കി. ഓർക്കുന്നുണ്ടോ? ചേരി ചേരാ പ്രസ്ഥാനം. ചേരി ചേരിയേല എന്നെല്ലാം പറഞ്ഞിട്ട് രഹസ്യമായിട്ട് റഷ്യയോട് ചേരുകയും ചെയ്തു. അതായിരുന്നു നെഹ്റു. മനസ്സിലായില്ലേ? അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇന്ത്യയുടെ വരവൊക്കെ അവിടെ നിന്നാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? 90കളിലേക്ക് എത്തുമ്പോൾ ഒരു വാർത്ത കേട്ടാൽ നമ്മൾ തീർന്നു. USSR തകർന്നു. ശരിയല്ലേ? യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തീർന്നു, തകർന്നു. USSRന്റെ തകർച്ചയായിരുന്നു അക്കാലഘട്ടത്തിലേക്ക് പാർശ്വമാരക പ്രധാന പ്രസംഗ വിഷയമാണ് USSRന്റെ തകർച്ച. പിന്നെ ലോകത്തൊരു ശക്തിയുള്ളൂ, അത് വൈറ്റായിരുന്നു. വൈറ്റെന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. പക്ഷെ അമേരിക്കയും UK തമ്മിലുള്ള ബന്ധം ഞാൻ പറയാൻ നിങ്ങൾക്കറിയാമല്ലോ. അമേരിക്ക നയിച്ച യുദ്ധത്തിൽ UK കൂടെ ഉണ്ട്. ഒരഭിപ്രായമാണ്, മറ്റൊന്നുമില്ല. ഇന്നും അങ്ങനെയാണ്. ഇനി അമേരിക്ക എന്ന് തന്നെ ലോകത്തിലെ ഒരു ശക്തി. 1990 അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാം ഉറങ്ങാൻ കിടന്നത് റഷ്യയുടെ തകർച്ച കേട്ടുകൊണ്ടാണ്. പുതിയ നൂറ്റാണ്ടിലേക്ക് കണ്ണു തിരിഞ്ഞ് ഉണർന്നത് അമേരിക്കയുടെ തകർച്ച കേട്ടുകൊണ്ടാണ്. 2000 ആണ്ടിൽ അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. സമ്പദ് വ്യവസ്ഥ കുത്തനെ ഇടിഞ്ഞു. ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞാൽ തീരത്തില്ല. രണ്ട് ശക്തികളും തകർന്നെങ്കിലും പവർ അവർ തന്നെയല്ലേ? ശരിയല്ലേ? അവർ തന്നെ പവർ. രണ്ടു കൂട്ടർക്കും പവറുണ്ട്. അമേരിക്ക കൂടുതലുണ്ട്. കാരണം ഈ റഷ്യ എന്ന് പറയുന്നത് തന്നെ എടുക്കില്ല, ചുവപ്പൻ രാജ്യങ്ങളെ മൊത്തം എടുക്കണം. അതൊരു കോമിൻ്റെയും സംഭവമൊക്കെ അറിയാമല്ലോ, രാഷ്ട്രങ്ങളുടെ കൂട്ടുകെട്ട്. ചൈന അടക്കമുള്ള രാജ്യങ്ങളുണ്ട്, മറ്റു ചെറുകിട രാജ്യങ്ങളുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അതിനെ ഒറ്റക്കെട്ടായിട്ട് കാണണം. പവർ അവർ. ഈ രണ്ട് പവറും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സാമൂഹ്യ ശാസ്ത്രം, സോഷ്യോളജി, രാഷ്ട്രീയപരമായി വീക്ഷണം ചെയ്യുന്നത് മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തേർഡ് വേൾഡ് കൺട്രീസ്. ഈ പദം കേട്ടുണ്ടല്ലോ, തേർഡ് വേൾഡ്. തേർഡ് വേൾഡിന്റെ പ്രശ്നം എന്താ? ഞെരുക്കം, സാമ്പത്തിക ഞെരുക്കം, മരുന്ന് ലഭ്യത കുറവ്, പോപ്പുലേഷൻ കൂടുതൽ, ഇന്ധന ലഭ്യത കുറവ്, ഫ്യൂവലില്ല, മണിയില്ല, പിന്നെ സ്റ്റാർവേഷൻ, മറ്റ് ഫെമൈനിൻ, പല വിഷയങ്ങളാണ്, ഫാമിന് പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ ചേർത്ത് പറയാം മനുഷ്യാവകാശ വിഷയങ്ങൾ. അവിടെ ആ പേരിൽ ഇങ്ങോട്ട് കയറി വരുന്നില്ല, മനസ്സിലായില്ലേ? വാസ്തവത്തിൽ ഈ മനുഷ്യാവകാശം ഒരു മറ മാത്രമാണ് മൂന്നാം ലോക രാജ്യങ്ങളുടെ. ആ ലോകരാജ്യങ്ങളെ ശരിക്കും ഉപയോഗിക്കാൻ അറിയാത്തതിന്റെ പ്രശ്നമാണ്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലിറ്ററസി, ഇതൊക്കെയാണ് രാജ്യങ്ങളുടെ പ്രശ്നം. ഒരു കാര്യം, ഒന്നാം ലോകം വെളുപ്പായിരുന്നു, വൈറ്റ്സ്. രണ്ടാം ലോകം ചുവപ്പാണെങ്കിൽ തേർഡ് വേൾഡിന്റെ നിറം ബ്ലാക്കാണ്. ശരിയാണോ? ബ്ലാക്കാണ്. ഈ തേർഡ് വേൾഡിലെ ചില രാജ്യങ്ങളുടെ പേര് പറയാമോ? ആഫ്രിക്ക, സുഡാൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കുറേ, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ കുറേ, പാകിസ്ഥാൻ, നമ്മുടെ ഇന്ത്യ, ശ്രീലങ്ക, മ്യാൻമാർ, ഇങ്ങനെ കിടക്കാണ്. ശരിയല്ലേ? വിഷമിക്കണ്ട. ഈ തേർഡ് വേൾഡിന്റെ ക്യാപ്റ്റൻസി നമുക്കാണെന്നറിയോ? നമ്മളാണ് അതിലെ സമ്പന്നം, നമ്മളാണ്. അറിയത്തില്ലേ? ഇന്ത്യ തന്നെയാണ്. ഇതെല്ലാം കേട്ടിട്ട് പറയാ, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് ശക്തി തന്നെയാണ്. എന്താ കാര്യം? ഇന്ത്യ പെട്ടെന്ന് പൊട്ടുകയെന്നുള്ള അറിയോ? ലോകത്തിലെ ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെ പൊട്ടിയാൽ ഇന്ത്യ പെട്ടെന്ന് തകരുകയില്ല. അറിയോ? അറിയില്ല. അങ്ങനൊന്നും തകർക്കണമില്ല. കാരണം ഇന്ത്യയിലെ ഒന്നാമത്തെ സമ്പന്നൻ ഇന്ത്യയാണ്. മനസ്സിലായില്ല? ഹെക്ടർ കണക്കിന് വരുന്ന വനം ഇന്ത്യയുടെയാ, റോഡ് ഇന്ത്യയുടെയാ. ഓക്കെ. പൊതുമേഖല ശക്തമാണെന്ന് ഗവൺമെന്റ്
ഒന്നാമത്തെ കോടീശ്വരൻ ഗവൺമെൻറ്റാണ്. ഓക്കെ, നമ്മളൊരു KSRTC നഷ്ടത്തിലാണ്. പക്ഷെ ആ തിരുവല്ലയിൽ ഒരു സ്റ്റാൻഡ് മതി അതിൻ്റെ വില കൂട്ടിക്ക്. ആസ്തി മനസ്സിലായോ? ഇതാണ് ഇന്ത്യ. ഇന്ത്യ വികസിക്കാത്തതിൻ്റെ കാര്യം എന്താ? പബ്ലിക് സെക്ടറിന് അച്ചടക്കമില്ല. പ്രൈവറ്റ് സെക്ടറിലേക്ക് പണം വന്നെങ്കിൽ തൊഴിലവസരമുള്ളൂ, കാര്യക്ഷമതയുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൈവറ്റും പബ്ലിക്കും തമ്മിൽ യോജിക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെ കൊണ്ടുവരാനാണ് ഇന്ത്യ എല്ലാവരും ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തേർഡ് വേൾഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ. തേർഡ് വേൾഡിൻ്റെ നിറം കറുപ്പാണ്. അവരെ പ്രശ്നം കേട്ടോ, പട്ടിണി. കുതിരപ്പുറത്തിരിക്കുന്ന ശ്രദ്ധിച്ച്, അവിടെ ഒരുത്തരിയ്ക്കുന്നു, അവൻ പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, പണത്തിന് 3 ഇടങ്ങഴി യവം, പക്ഷെ എണ്ണയും വീഞ്ഞുണ്ടോടല്ലേ. നിങ്ങളെ മരുന്ന്, വൈൻ മരുന്നിൻ്റെ പ്രതീകമാണ്, മറ്റേ ഫ്യൂവലിൻ്റെ പ്രതീകമാണ്. ഇന്ധനം കൂടുതൽ തീർക്കുന്ന നിങ്ങളാണ്, പോപ്പുലേഷൻ കൂടുതലാണ്. ഓക്കെ, ഞാനൊരു 15 കൊല്ലമൊക്കെ മുമ്പ് പറഞ്ഞ വീഡിയോ കിടപ്പുണ്ട്, കണ്ടാൽ മതി. ഇതേ കാര്യം പാചകവാതകത്തിൻ്റെ ഇതൊക്കെ ഞാൻ പണ്ടേ പ്രസംഗിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ആ മനുഷ്യനാ വിളിക്കുന്നത്, മനുഷ്യാവകാശം ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ വരുന്നവരാ ഒരു കറുത്ത കുതിര. ഇനി വരുന്നത് തേർഡ് വേൾഡിൻ്റെ ആധിപത്യമാണ്. അറിയോ? തേർഡ് വേൾഡ് മുമ്പോട്ട് വരിക, ആധിപത്യം ശക്തമാകുക. നമ്മൾ കാണുന്ന ഇന്ത്യ ഒന്നും ആയിരിക്കില്ല, ഒരു 10 വർഷത്തിനുള്ളിൽ കളിയങ്ങ് മാറുക. അത് കുതിച്ചു കയറാൻ പോകുന്ന ഒത്തിരി കാര്യകാരണങ്ങൾ അവിടെയുണ്ട്. വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പ്രതിശീർഷ വരുമാനമൊന്നും കണക്കൂട്ടുന്നത് വിശ്വസിക്കണ്ട. GDP ഒക്കെ, അത് GDP എൻ്റെയും അംബാനിയുടെയും കൂടെ പൈസ ഒരുമിച്ച് കണക്കൂട്ടുന്നത്. കാരണം എൻ്റെ പേരും അനിൽ നിന്ന്, അയാളുടെ പേരും അനിൽ നിന്ന്, അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് കൂട്ടിയതാണ്. മനസ്സിലായില്ലേ? ആ ടെക്നിക്കൊക്കെ ആയിമാരി ഈ ചർച്ച വന്നതിനോട് പറയുന്നത്. നമ്മുടെ അടുത്തൊന്നും പറഞ്ഞാൽ വിജയിക്കില്ല. നിങ്ങളുടെ പൈസ, എൻ്റെ പൈസ, അംബാനിയുടെ പൈസ, അതേരുടെ കാശും എല്ലാവരും ആസ്തി കൂട്ടിട്ട് പറയാം ഇന്ത്യ ഇങ്ങനെ അങ്ങ് പോവാന്ന്. അർത്ഥം പോകുന്ന പോക്ക് കണ്ടോന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ. ചുരുക്കി പറഞ്ഞാൽ അതല്ല, വേറെ ചില കാരണങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഡോളർ വാങ്ങാനുള്ള കപ്പാസിറ്റി, അത് ഡോളറിലുള്ള കണക്ക് തീർക്കുന്നത്. നമ്മളുടെ കരുതൽ ശേഖരം ഡോളറുണ്ട് ഇഷ്ടം പോലെ ഇന്ത്യക്ക്. ചൈനയ്ക്കുണ്ട്, റഷ്യക്കുണ്ട്. കരുതൽ ശേഖരം ഡോളർ കയറിയിരിക്കുകയാണ്. ഒരു കാര്യം അറിയാം, അപ്പോൾ അമേരിക്കയെ പൊട്ടിക്കാൻ്റെ വഴിയുള്ളൂ. ഡോളറുള്ളൊരു രാജ്യം, കരുതൽ ശേഖരമുള്ളൊരു രാജ്യം ചൈന ഉണ്ട്. ഈ ഡോളറെല്ലാം അമേരിക്ക തട്ടി ഫ്രീ ആയിട്ട് കൊടുത്താൽ അമേരിക്ക അങ്ങ് കൂട്ടും. പക്ഷേ ചൈന ചെയ്യാത്തത് കാരുണ്യം കൊണ്ടല്ല, അതുകൊണ്ട് പറക്കുമ്പോഴേ ചൈന പൊട്ടിപ്പോകും. അതാ കാര്യം. മനസ്സിലായില്ലേ? ഈ പണത്തിൻ്റെ പ്രശ്നം മനസ്സിലായോ? പണത്തിൻ്റെ ശക്തി ദാരിദ്ര്യം എന്നുള്ള വിവരം അറിയോ? ഇല്ല. പണത്തിൻ്റെ ശക്തി ദാരിദ്ര്യം. എവിടെങ്കിലുമൊക്കെ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ആ വാക്വം പൂരിപ്പിച്ച് വിൽപ്പന നടക്കുള്ളൂ. മനസ്സിലായോ? നമുക്കെല്ലാം കൂടെ കുറേ നോട്ടടിച്ചെങ്കിൽ തന്നു ഗവൺമെൻറ്. നിങ്ങൾ ഇന്ന് ഇന്ത്യ വിട്ടു പോകണ്ട, ഇവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്താൽ പോരേനെ. കുറേ അടിച്ചു തന്നുള്ള കുഴപ്പം എന്താ? രാജ്യം സ്തംഭിച്ചു. ആരും ജോലിക്ക് പോകില്ല. കുറേ ആഴ്ച അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് സാധനം തീർന്നു, കടയിലൊന്നും കാണുകയില്ല, പേപ്പർ കിട്ടാൻ ലാസ്റ്റ്. സിംബാബ്വേയുടെ ഡോളർ കണ്ടോ? $30,000 ഒരു ചായക്ക്. സിംബാബ്വെ ഡോളർ 30,000. ചുരുക്കി പറഞ്ഞാൽ അവിടെ നമ്മൾ ചായ കുടിച്ചിട്ട് ഈ കാശ് എണ്ണി ഒരു ചായയും കൂടെ കുടിക്കേണ്ടി വരും. ഇവിടുന്ന് ഒരു ചായ കുടിച്ച ശേഷം ഈ കാശ് കൊടുത്ത് എണ്ണി അതിൻ്റെ ക്ഷീണം കൊണ്ട് വേറൊരു ചായ കൂടെ കുടിക്കേണ്ടി വരും. അതാ പണം. അപ്പോൾ കണ്ടോ, പണം കൂടിക്കഴിഞ്ഞാൽ ഒക്കെ പോട്ടെ. അപ്പോൾ ഈ 3 ശക്തികൾ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് ഇന്ത്യൻ പവറാണ്. ഇതിനിടയ്ക്ക് വേറൊരു ശക്തിയുണ്ട്, 4ാമത്തെ ശക്തി. അന്നേരം കണ്ടത് ഒരു കഴുകൻ വിളിച്ചപ്പോൾ അതാ വരുന്നു. ആരാന്നറിയണ്ടേ? ഒരു പച്ച കുതിരയാണ് വരുന്നത്. അവനേ കൊലയാവണി. എന്താണെന്നറിയണ്ടേ? ലോക ഭീകരവാദമായി പച്ച. മനസ്സിലായില്ലേ? പറയുന്നതല്ല സമാധാനം എന്നാ, പക്ഷെ വേട്ട അടുത്ത പരിപാടി. നമ്മുടെ തന്നെ ഒരു ചർച്ച പങ്കെടുക്കുന്ന ക്രിസ്ത്യാനിറ്റി വിട്ടുപോയ ഒരു സഹോദരനുണ്ട്, നമുക്കറിയാം. ഞാനിങ്ങനെ സംസാരിച്ച വഴിക്ക് പുള്ളിയോട് ഞാൻ പറഞ്ഞത്, തനിക്കറിയാം ഇതെല്ലാം സത്യമാണ്, തനിക്ക് കാണിക്കുന്നത് തെറ്റാണെന്നും അറിയാം, തനിക്കിങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല. വരാൻ പറ്റാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കേട്ടോ മാമച്ചേ, വലിയൊരു വിഷയമാണ്. ഇവന് ഈ വിശ്വാസമെല്ലാം വിട്ടുപോയപ്പോൾ അവന്
പൊന്നാനിക്ക് പോകേണ്ടി വന്നു ഒരു വെട്ടിന്. പൊന്നാനിയിൽ ഇണ്ടിരിക്കുക എന്തിനുണ്ട് വെട്ടുന്നത്? അതൊക്കെ മനസ്സിലായോ? തിരിച്ചു വരികയാണെങ്കിൽ തലയാ വെട്ടുന്നത്. പിന്നെ ഏതായാലും ഒരു കാര്യം ഉറപ്പാ, കുരുങ്ങിപ്പോയാൽ ഒരു വെട്ട് ഉറപ്പാവും. നീ പൊന്നാനി കൊണ്ടൊരു വെട്ട്. ചിലർ മനസ്സിലാക്കിയാൽ മതി എന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത്. ചിലർക്ക് കത്തുന്നുണ്ട്. പാർഷക മനസ്സിലായോ? പാർഷക പിടിയിട്ടില്ല, പിന്നെ പറഞ്ഞുതരാം. ഇപ്പോഴാ മനസ്സിലായേ. ഒരു വെട്ടുറപ്പാവും. ഇവനോട് മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു വെട്ട്. അല്ലെ പൊന്നാനി പോയി വേറൊരു വെട്ട്. മലപ്പുറം ജില്ലയിൽ ലോക ഭീകരത, കാണ്ടമാലിന് ഫ്ലൈറ്റ് റാഞ്ചി, ഒളിമ്പിക്സ് വില്ലേജിൽ, മ്യൂണിക്കിലെ ഒളിമ്പിക്സ് വില്ലേജിൽ കടന്ന് എത്ര പേരെ കൊന്നു കൊല വിളിച്ചു, നിരപരാധികളെ. സ്വന്തം നാട്ടിൽ എതിരാളികളെ ആരെയും കൊല്ലാനില്ലെങ്കിൽ സ്വന്തം സമൂഹത്തിലെ ആളുകളെ കൊല്ലും. കൊലയില്ലാതെ രക്ഷയില്ല. കൊലയാണ് ആ പ്രത്യയശാസ്ത്രം. ഒരുത്തനോട് പറഞ്ഞാണ്, ഇവർ കൊല്ലുന്ന നമ്മളോട് പിണക്കം കൊണ്ടല്ല, അതറിയോ, സ്നേഹം കൊണ്ടാ. എന്തിനാ കൊല്ലുന്നേ? വെട്ടി ഇങ്ങനെ ചത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടും, വെട്ടുന്നവനും കിട്ടും. ഞാൻ ആരെങ്കിലും ഇങ്ങനെ ഓർക്കുക, എന്നെ ഇതിലൊരാൾ വെട്ടി, ഞാൻ സ്വർഗത്തിൽ ചെന്നു, എന്നെ വെട്ടിയവൻ കുറേ കഴിഞ്ഞ് അവനും വന്നു. അവനെ കാണുമ്പോൾ എൻ്റെ ഒരു സന്തോഷം നിങ്ങളൊന്ന് ഓർത്ത്. അയ്യോ, വലിയ ഉപകാരമായി കേട്ടോ. എന്താ അന്ന് ഞാൻ എറുതുന്ന പോയാൽ വെട്ട് കിട്ടിയത് വളരെ നന്നായി. വലിയൊരാശ്വാസം. സ്വർഗത്തിൽ ചെന്നത്തേക്ക് കിട്ടുമെന്ന് അറിയണ്ടേ? ഒരാൾക്ക് 72 ഭാര്യമാർ. 72. ഒരാളുടെ അതിൽ വലിപ്പം പറഞ്ഞേക്കുന്നത് 90 മീറ്ററാണ് ഒരു സ്ത്രീയുടെ വലിപ്പം. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എൻ്റെ ഭാര്യ എന്ന് കാണാൻ ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് കറങ്ങേണ്ടി വരുമല്ലോ. അത് 72 പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് 72 പേര് ഒരാൾക്ക്. സാർ എന്നോട് സമ്പാദത്തിൽ വന്നൊരു സാധനം കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നോട് മദ്യം ഒഴുകുന്ന നദികൾ വായിച്ചിട്ടുണ്ടോ? മദ്യം ഒഴുകുന്ന നദികൾ. അതൊരു ആള് തന്നെ പ്രസംഗിക്കുന്നുണ്ട്, ഇങ്ങനെ ഹണീബി. നമുക്കതിൻ്റെ പേര് പോലും അറിയത്തില്ല. ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. അതാ പുള്ളി പറയുന്ന കേട്ടോ, ഇതിലങ്ങോട്ട് കുടിച്ചേച്ച് നിൽക്കുന്നൊരു സന്തോഷത്തിലാണ്. ആ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പൂസായി പോകും. പുള്ളിയാ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവൻ പൂസായി പോകും. അതുപോലത്തെ ആക്ഷനൊക്കെ എടുത്ത് ഇങ്ങനെ പാടുന്നോടെ പറയുക, മക്കളേ എന്നൊക്കെ പറഞ്ഞ് ഇതിന് പറയുക. ഇത് കേട്ടിട്ടായി പിള്ളേരെല്ലാം വന്ന് തല വെട്ടുന്നറിയോ? ഇതൊക്കെ കിട്ടുമെന്ന് ഓർത്തുണ്ട്. ഇങ്ങനെ വെച്ചേക്ക് അടുക്കി സ്വർഗത്തിൽ. അതിൽ വലിയ രസം ഒരുതം പറഞ്ഞാണ്, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഒരു പക്ഷിയുടെ കാര്യം ചിന്തിച്ചാൽ മതി. ആ പക്ഷി മുമ്പ് ഇവിടെ പറന്നു വരും. അതിനെ പിടിച്ച് നമുക്ക് അവിടെ വെച്ച് തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ഈ പക്ഷി എന്ന് പറയുമ്പോൾ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പക്ഷി കോഴിയല്ലേ പ്രധാനമായിട്ടും? സ്വർഗം മുഴുവൻ കോഴിയുടെ ഇടപാടായിരിക്കുമല്ലോടാന്ന് ചോദിച്ചു. അവസാനം എന്നോട് പറയുക, നിങ്ങൾ കളിയാക്കരുത്, നിങ്ങളുടെ സ്വർഗം പോക്കാ. ഞാൻ പറഞ്ഞു, എനിക്കത് വേണ്ട, എൻ്റെ ആ കൂട്ടായും കൂടെ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. കാരണം സത്യം നിങ്ങളോട് തുറന്നു പറയല്ലേ, വേണ്ടെന്ന് പറയാൻ കാരണം നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. എൻ്റെ സഹോദരന്മാരെ, ഒരു കല്യാണം കഴിച്ചിട്ട് നമ്മൾ അനുഭവിക്കുന്നത്, പിന്നെ ഇണയി പറഞ്ഞേ, എല്ലാവരെയും കാര്യം പറഞ്ഞേ, പെണ്ണുങ്ങൾ നമ്മളെ സഹിക്കില്ലേ എന്ന് ആലോചിച്ച് നോക്കി. ഒരു കല്യാണം കഴിച്ചിട്ട് വരുന്ന പങ്കപ്പാടുകൾ. അങ്ങനെയാണ് 72 കൂറിമാര്, അവൻ 90 മീറ്റർ നീളം. ഈ പൊട്ടത്തരമൊക്കെ കേട്ടിട്ട് പിള്ളേർ ചാകുകയാണ്, പൊട്ടിത്തെറിക്കുക. ഞാനൊരു ഇവരുടെ മര്യാദയ്ക്കൊരു കാര്യം പറഞ്ഞു, സ്വരന്മാരെ നിങ്ങളുടെ കാര്യം ചെയ്യും, ഏതായാലും ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ, പരിഹരിക്കാര്യം വേണ്ടി പറയാം. നിങ്ങൾ ഈ പുത്തിരിക്കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മറൈൻ ഡ്രൈവോ പോലുള്ള സ്ഥലം നമ്മൾ തന്നെ എടുത്തു തരാം. നിങ്ങളെല്ലാം അവിടെ വരണം. എന്നിട്ട് പരസ്പരം ഒന്ന് വെട്ടുക. പരസ്പരം ഇത് വിശ്വസിക്കുന്നൊരു പരസ്പരം വെട്ടുക. വെട്ടുന്നവൻ സ്വർഗത്തിൽ ചൊല്ലും, വെട്ടിയവനും സ്വർഗത്തിൽ ചൊല്ലും. നിങ്ങൾക്ക് സമാധാനം, ഞങ്ങൾക്ക് സമാധാനം, ലോകത്തിന് തന്നെ സമാധാനം. അപ്പൊ നിങ്ങൾ ഈ പ്രസംഗം ശരിയാകും. ഇത് സമാധാനത്തിന്റെ മതം. മനസ്സിലായില്ലേ? അതൊരു കാര്യം. ഈ ഭീകരവാദത്തെ അടിച്ചൊതുക്കിയത് കഴുകനെ വേണ്ടരുത്. കഴുകൻ ഓർക്കുന്നുണ്ടല്ലോ, അമേരിക്ക അടിച്ചൊതുക്കി. ഈ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന സമാധാനത്തിൻ്റെ പ്രശ്നമുണ്ട്, എപ്പോഴും പൊട്ടിത്തെറിയും. ഞാൻ ഉദാഹരണം പറഞ്ഞു, കൊച്ചു പിള്ളേരെ നമ്മുടെ നാട്ടിൽ ക്ലാസ്സിലിരുത്തി മിണ്ടരുത്, തിരിയരുത്, അനങ്ങരുതെന്ന് പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ സാർമാർ? ഇതെല്ലാം വലിച്ചു കെട്ടി കുഞ്ഞുങ്ങളിരിക്കുക.
ഒരു 4 മണിക്ക് കൂട്ടമണി അടിക്കുമ്പോൾ കൂവിക്കുണ്ടോ അതുങ്ങൾ ഓടുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെയാ കൂവിയെന്ന് മനസ്സിലായ? അപ്പനെ, അമ്മയെ, വിദ്യാഭ്യാസ വകുപ്പിനെ, രാജ്യത്തെ മുഴുവൻ കൂവി അതും ഓടുന്നു. ഇതുപോലെ അടിച്ചൊതുക്കി വെച്ചാൽ പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് മരണം സർവ്വസാധാരണമാകും. സത്യസന്ധമായിട്ടൊരു കാര്യം കൂടി പറയട്ടെ. ശേഷം മനുഷ്യർക്ക് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് മരണം വന്നു. ഞാനിത് 15 കൊല്ലം പറഞ്ഞ വീഡിയോ കിടപ്പുണ്ട്. കാട്ടുമൃഗം മനുഷ്യനെ ഇങ്ങനെ കൊല്ലുമെന്നൊന്നും അന്നാരും വിശ്വസിച്ചില്ല. ഇന്ന് കാട്ടുമൃഗങ്ങളാലുള്ള മരണം ലോകത്ത് പതിവായി. ഈ പുസ്തകം കാലത്തോട് സംവാദിച്ചതെല്ലാം കൃത്യമായി നടപ്പിലാകുന്ന കാലത്തിൻ്റെ സായന്തനത്തിൽ ഇന്നാളുകളുടെ ഒന്നിൽ കാഹളം ധ്വനിക്കും. ദൈവത്തിൻ്റെ മക്കൾ ഈ കർത്താവിനെ എതിരേൽക്കാൻ, മേഘങ്ങളിൽ അവനെ എതിരേൽക്കാൻ കടന്നു പോകും. ആ മനോഹര സന്ദർഭം കാത്ത്